ഒരു പേയുള്ള നായ ശരിക്കും പേവിഷം വന്നു കഴിഞ്ഞാൽ കണക്ക് പറയുന്ന ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ ഇവർ റൺ ചെയ്യും. ഈ പോണ വഴിയിലെല്ലാം ഇവർ നായ്ക്കളായിക്കോട്ടെ, മൃഗങ്ങളെ ആയിക്കോട്ടെ, മനുഷ്യരായിക്കോട്ടെ, ഇവർ കടിച്ചായിരിക്കും പോകുന്നത്. ഇവർക്കൊരു ബോധം ഉണ്ടാവില്ല. നമ്മുടെ പക്ഷിപ്പനി വരുന്ന പോലെ എന്നൊരു തെരുവുനായ ഒരു സ്ഥലത്ത് കാണുന്നു, ഒരു 10 കിലോമീറ്റർ ചുറ്റിലുള്ള നായ്ക്കളെ ദയാവധം ചെയ്യുന്നു. തെരുവ് ഗുണ്ടകളെ പോലെ എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുന്ന ചില നായ്ക്കൾ, കുട്ടികൾക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നായ്ക്കൾ, അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ദയാവധം ചെയ്യും. വാളയാർ ചെക്ക് പോസ്റ്റ് എന്തുമാത്രം പൈസ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ കുത്തി ഇതാക്കുന്നത്. 2 നായ്ക്കളുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈവൻ മന്ദബുദ്ധികളായിട്ടുള്ള ഡോഗ്സ് ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ശരിക്കും മന്ദബുദ്ധികളായ മനുഷ്യരുടെ പോലെ തന്നെ മന്ദബുദ്ധികളായിട്ടുള്ള നായ്ക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന മൃഗങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ എലിഫൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഏറ്റവും കൂടുതൽ ശരിക്കും ഹ്യൂമനൈസേഷൻ എന്ന് പറയും. ഈ മൃഗങ്ങളെ മനുഷ്യനാക്കാൻ നോക്കും. ഒരു 5 to 10% ബെഡ് ഷെയർ ചെയ്യണവരുണ്ട്. അച്ഛൻ, അമ്മ, കുട്ടി, എൻ്റെ കൂടെ നായൻ രാത്രി കിടത്തിയവർക്ക്. ഈ നമ്മൾ ഫ്രഞ്ച് കിസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഈ പെറ്റ്സിനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ലിപ് ടു ലിപ്പൊക്കെ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ അപകടം നിറഞ്ഞ കാര്യമല്ലേ? പല ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ്, അവരുടെ സലൈവയിലുള്ള ചില ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അവർ നിങ്ങൾക്ക് ദേ വിൽ ലവ് യു ലൈക്ക് എനിത്തിങ്, ദേ വിൽ ഗിവ് അൺകണ്ടീഷണൽ ലവ്. പക്ഷെ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള പ്രകടനത്തിലൂടെ അവർ ഒരിക്കലും ഒരു നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യൊന്നുമില്ല. അടുത്ത കാലത്ത് ഒരു പഠനം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പലപ്പോഴും ഈ ചില ഡിയോഡ്രൻറ്റ് സ്പ്രേസ് അതൊക്കെ നായ്ക്കൾക്ക് ഉപയോഗിക്കുന്നത് യഥാർത്ഥ നായ്ക്കൾക്കൊന്നും ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി പലരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് തന്നെ പല നായ്ക്കളും വരുന്നുണ്ട്. ഇപ്പോൾ ചില നായ്ക്കൾക്ക് ഇപ്പോൾ വിൻ്റർ സീസണിലൊക്കെ ഒരു ഡ്രസ്സൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. അനാവശ്യമായിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല നായ്ക്കളത് പൊതുവെ എൻജോയ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ചൊല്ല് പറയും, നല്ല എന്താ പറയുക, ഈ മോശം നായ്ക്കളില്ല, മോശം ഓണേഴ്സും ഉള്ളൂ എന്ന് പറയും. പാമ്പുകൾ അവിടെ ക്ലിനിക്കിൽ കൊണ്ടുവരാറുണ്ട് ഇതേപോലെ ട്രീറ്റ്മെൻറ്റിനും ഇതായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു ഹ്യൂമനായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. ഒരു അറ്റാച്ച്മെന്റ് അവർക്കില്ല. ഈ ഗാർഗിൾ റിപ്പോർട്ട് പോലും പറഞ്ഞിട്ടുണ്ട് കൺട്രോൾഡ് ഹണ്ടിങ് വേണം കേരളത്തിൽ, എന്നാൽ മാത്രമേ ഈ പോപ്പുലേഷൻ നമുക്ക് ഈ എസ്പെഷ്യലി വൈൽഡ് ബോർ അതുപോലെ പല കാര്യങ്ങളും എക്സസ് ആയിട്ട് വരുന്ന കാരണം നമ്മൾ കൺട്രോൾ ഇന്റർനാഷണലി എല്ലാ കൺട്രിയുടെയും നയാതാണ്. വൈപ്പിന് എന്നുണ്ട് ഓർമ്മ, അത് കോമ സ്റ്റേജിലാണ്, ഫുൾ കോമ. പിന്നെ ആകെ ഒരു ചെറിയൊരു പൾസൊക്കെ വളരെ വീക്ക്, വളരെ ഹൈപ്പോതെർമിക്. അതൊരു അനോണിമസ് കേസാണ്. പുള്ളി കോമയിലായി. അപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ ടീം മൊത്തം അതിൻ്റെ പിറകിലുണ്ട്. ഞങ്ങൾ ഓക്സിജൻ കൊടുക്കുന്നു, ഡ്രിപ്പ് ഇടുന്നു, എല്ലാം ചെയ്യുന്നു. 3rd day കഴിയുമ്പോഴത്തേക്കും ഞാൻ പുള്ളി പറഞ്ഞു, സാറേ ഇനി നമുക്കൊന്ന് മേഴ്സി കില്ലിങ് ചെയ്തിട്ട് സഫർ ചെയ്യിപ്പിക്കേണ്ട, പുള്ളി ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ. പിറ്റേ ദിവസം രാവിലെ സർപ്രൈസ് ആയിട്ട് ഞങ്ങളെ മുറി ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് പുള്ളി എണീറ്റ് നിൽക്കുക. പുള്ളിയുടെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഞാനൊരു 90s കിഡാണ്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിലെ ഏറ്റവും വലിയ വീട്, ആ വീട്ടിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഡോബർമാൻ പട്ടിയായിരുന്നു. ആ പട്ടി കൂട്ടിനകത്ത് കിടക്കുന്നത് കാണാൻ തന്നെ വലിയ രസമായിരുന്നു. പക്ഷേ കാലം കഴിയുന്നതോറും ഇപ്പോൾ 2025 ആകുമ്പോഴേക്കും പട്ടികളുടെ അല്ലെങ്കിൽ നമ്മുടെ പെറ്റ്സിൻ്റെ സ്ഥാനം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. കൂട്ടി കിടന്നിരുന്ന പട്ടിക്കുട്ടികൾ ഇപ്പോൾ നമ്മളുടെ വീടിനകത്തായിട്ടുണ്ട്, നമ്മൾ കിടക്കുന്ന ബെഡിലായിട്ടുണ്ട്, നമ്മളിരിക്കുന്ന സോഫയിൽ വരെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ കാലം കഴിയുന്നതോറും ഒരുപാട് പെറ്റ്സ് കെയറുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. പെറ്റുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കുറേ മാറുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ പറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ വി ഹാവ് സംവൺ വെരി റെലവൻറ്റ്. ഡോക്ടർ സുനിൽ കുമാർ, ദ പെറ്റ് സ്പെഷ്യലിസ്റ്റാണ്. ഡോക്ടർ, ഹായ്, വെൽക്കം ടു ദി ഷോ. ഡോക്ടർ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ, ഇൻട്രോയിൽ പറഞ്ഞ പോലെ, ഈ പെറ്റ് കെയർ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട് ഈ കാലത്തോടനുബന്ധിച്ച് അല്ലേ? പല പെറ്റുകളും നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടെ ഉറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ആ ഫുഡ് കഴിക്കുന്ന ആളുകൾ പെറ്റുകൾക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട്, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നുണ്ട്. ചില ആൾ ഇപ്പോൾ രോമമൊക്കെ ചിലപ്പോൾ നമ്മളുടെയൊക്കെ ബോഡി പാർട്സിലാവുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ പെറ്റ് കെയറിൽ സംഭവിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്? ഇപ്പോൾ അവരുടെ സലൈവായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ നമ്മളെ നക്കുന്ന സമയത്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ? ഓക്കെ, ഞാൻ ആമുഖമായിട്ട് എൻ്റെ ഒരു ഹിസ്റ്ററി ഞാൻ പറഞ്ഞോട്ടെ. കേരളത്തിൽ സംഭവിക്കുന്ന ചേഞ്ചസ് എന്താ വെച്ചാൽ, ഞാൻ 1989 മൃഗസംരക്ഷണ വകുപ്പിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴത്തെ ഒരു സിനേറിയോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശരിക്കും പെറ്റ്സ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല, വാച്ച് ഡോഗ്സ് ആയിരുന്നു. ഡോഗ്സ് ഒക്കെ ഒരു കോളിംഗ് ബെല്ല് പോലെ വീടിൻ്റെ പുറത്ത് കെട്ടിയിടുക, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. ക്രമേണ ഭയപ്പെട്ടൊരു 10-15 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെറ്റ് കൾച്ചർ കൂടി വന്നു. അത് മീഡിയാസിന് വലിയൊരു പാർട്ടുണ്ട്. അല്ല, പുതിയ ജനറേഷൻ അവർക്ക് കൂടുതൽ പെറ്റ്സിനോട് താല്പര്യം വന്നു. അപ്പോൾ ക്രമേണ ഈ പുറത്തുള്ള നായ ഇൻഡോർ പെറ്റ്സ് ആക്കി തുടങ്ങി. അതുപോലെ പുതിയ കുറേ ബ്രീഡ്സ്, ഇൻഡോറിൽ വളർത്താവുന്ന ചെറിയ ടൈപ്പ് ബ്രീഡ്സ്. അന്നത്തെ ഒരു കാലത്ത് നമുക്ക് പോമറേനിയൻ എന്നൊരു നായ മാത്രമേ, നമ്മുടെ ഇന്ത്യൻ സ്പിറ്റ്സ്, അത് മാത്രമേ ഒരു പഴയ കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുതിയ ഷിറ്റ്സൂസ് വന്നു, പൂഡിൽസ് വന്നു,
മിൻപിൻസ് വന്നു, അങ്ങനെ കുറേ ചെറിയ ബ്രീഡ്സ് ഇൻഡോർ പെറ്റ്സ് വന്നു. ആ പെറ്റ് കൾച്ചർ ഈ പുതിയ യൂത്താണ് നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ആ ഒരു അവരുടെ ഒരു താല്പര്യം ഇതൊക്കെ വെച്ചിട്ട്. പക്ഷേ അതിൽ വേറൊരു വലിയ തമാശ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പുറത്തൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാ വീടുകളിലും ഏത് ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും ഒരു ഭാര്യ, ഭർത്താവ്, കുട്ടി, അതിൻ്റെ കൂടെ ഒരു പെറ്റും കാണും. കാരണം അത് അവരൊരു കൾച്ചറാണ്, ഒരു പെറ്റ് കൾച്ചറുണ്ട്. നമ്മൾ ക്രമേണ നമ്മുടെ കേരളത്തിലും അതിൻ്റെ ഒരു ചെറിയൊരു കാറ്റടിച്ചിട്ട് നമ്മൾ ആ ഒരു അവരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടൊരു ഇമിറ്റേഷൻ അല്ല, കുറേ ജനറേഷൻ താല്പര്യമുണ്ട് താനും. ആ ഒരു ഇതിൽ കുറേശ്ശെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറ്റി തുടങ്ങി. പക്ഷേ ഇതിൽ വേറൊരു വലിയൊരു അപകടം സംഭവിച്ചതെന്ന് വെച്ചാൽ, അപകടം എനിക്കത് തോന്നി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മൃഗങ്ങൾക്ക് ഡോഗ്സിൻ്റെ ഒരു വ്യക്തിത്വവും പേഴ്സണാലിറ്റി ഉണ്ട്. അത് പലപ്പോഴും അത് മനസ്സിലാക്കി അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പെരുമാറുമ്പോഴാണ് യഥാർത്ഥ ഒരു മൃഗസ്നേഹി ഉണ്ടാകുന്നത്. പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ സ്വഭാവ പ്രത്യേകതകളോ അറിയാതെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ഇവരിൽ അടിച്ചേൽപ്പിക്കാൻ നോക്കും. എക്സാക്ട്ലി. അവിടെയാണ് ഒരു അപകടം സംഭവിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ശരിക്കും ഹ്യൂമനൈസേഷൻ എന്ന് പറയും, ഈ മൃഗങ്ങളെ മനുഷ്യനാക്കാൻ നോക്കും. പലപ്പോഴും അവരെ മൃഗങ്ങളെപ്പോഴും മൃഗങ്ങളാണ് ആ ഒരു കോൺസെപ്റ്റിൽ. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഇവർ നിങ്ങളുടെ സൗന്ദര്യം നോക്കിയോ പണം നോക്കിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്യോഗം നോക്കിയോ ഒന്നല്ല നമ്മളെ സ്നേഹിക്കുന്നത്. അവർ അൺകണ്ടീഷണൽ ലവാണ്. അവരെ സംബന്ധിച്ച് ഒരു ഉപാധിയും വയ്ക്കാത്ത സ്നേഹമാണ് ഈ മൃഗങ്ങൾ തരുന്നത്. അവർക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല. അവരുടെ പേഴ്സണാലിറ്റി റെസ്പെക്ട് ചെയ്യുക, അവർ അനിമൽസാണ്, അതേപോലെ നമ്മൾ പെരുമാറിയാൽ മതി. പക്ഷേ കേരളത്തിൽ അങ്ങനെ കാരണം ഇപ്പോൾ എൻ്റെ തന്നെ ക്ലയൻസിലൊരു 5 to 10% ബെഡ് ഷെയർ ചെയ്യണവരുണ്ട്. അച്ഛൻ, അമ്മ, കുട്ടി, അതിൻ്റെ കൂടെ നായൻ രാത്രി കിടത്തി ഉറക്കുക. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ലവ് ആയിരിക്കും അതിൻ്റെ പിറകിലുള്ളൊരു വികാരം. പക്ഷേ അത് കഴിയുന്നത്ര ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അധികം ഇപ്പോൾ ഒരു അലർജി പ്രോണായിട്ടുള്ള ആൾക്കാർ, ഡസ്റ്റ് അലർജി, ഹെയർ അലർജി ഉള്ള ആൾക്കാർക്ക് അങ്ങനെ അത് നല്ലതല്ല. അതേപോലെ ചില ആൾക്കാർ വളരെ കെയർലെസ് ആയിട്ട് ചില ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസ് ഉള്ള നായ്ക്കളായിട്ട് കൂടുതൽ ഇടപെടുക. അപ്പോൾ അതൊക്കെ കുറേ സൂണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന കുറേ രോഗങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, പ്രോപ്പറായിട്ടൊരു വെറ്റിനറീനെ കാണിച്ചിട്ട് അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽത്ത് പാരാമീറ്ററൊക്കെ ചെക്ക് ചെയ്യാതെ വളർത്തുന്ന നായ്ക്കൾക്ക്, അങ്ങനെയുള്ള നായ്ക്കൾക്കൊക്കെ പലപ്പോഴും ഇൻഡോർ പെറ്റ്സിലും ചില അപകടങ്ങൾ കാണാറുണ്ട്. പൊതുവേ ഇപ്പോൾ ഡെർമറ്റോളജികളൊക്കെ ഇപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന ചോദ്യം അതായിരിക്കും, നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടോ, പെറ്റ്സായിട്ട് നിങ്ങൾ എന്തെങ്കിലും കോൺടാക്റ്റ് ഉണ്ടോ? അവരുടെ ഒരു ഒന്നാമത്തെ ചോദ്യം അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു പെറ്റ് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഇൻഡോറായിട്ട് വളർത്തുമ്പോൾ. അതേപോലെ നമുക്കറിയാം ഇപ്പോൾ ഈ പെറ്റ്സിനോട്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എനിക്കൊരു പെറ്റുണ്ട്. അപ്പോൾ ഈ ഡോഗ്സിൻ്റെതായ ഫ്രീഡം നമ്മൾ കൊടുക്കുമ്പോൾ ഒരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, അവർ വല്ലാത്തൊരു ഫ്രീഡം കൊടുക്കുന്ന വീടുകളിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവർ പറയും, എന്താടാ നിൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു സ്മെല്ലെന്താ, ഇവിടെ എന്തോ ഒരു ഇതുണ്ടല്ലോ, ചിലർക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമുക്കത് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ ചില പ്രോബ്ലംസ് ഉണ്ട്. ഈ ഹ്യൂമനൈസേഷൻ്റെ കാര്യം പറയുമ്പോഴാണ്, അതായത് ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ, നമ്മൾ മനുഷ്യന്മാരെ നമ്മൾ ഫ്രഞ്ച് കിസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഈ പെറ്റ്സിനായിട്ട് ഈ പറഞ്ഞ പോലെ ഈ ലിപ് ടു ലിപ്പൊക്കെ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ വളരെ അപകടം നിറഞ്ഞ കാര്യമല്ലേ? അപകടമൊന്നും ഇല്ലെങ്കിൽ അത് അഡ്വൈസബിൾ അല്ല അങ്ങനെയുള്ള. കാരണം പല ടൈപ്പ് ഓഫ് ബാക്ടീരിയാസ്, അവരുടെ സലൈവയിലുള്ള ചില ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് ഇപ്പം ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കും പല രീതിയിൽ അവർ ചെയ്യും. പക്ഷേ അത് ആസ് എ വെറ്റ് ഞാനത് അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം അനിമൽസ് എപ്പോഴും അനിമൽസാണ്, അവരെ ആ രീതിയിൽ തന്നെ നമ്മൾ കണക്കാക്കണം. അവരുടെ പ്രോപ്പർ അവർക്ക് ആ റെസ്പെക്ട് കൊടുക്കുക. അവരെ നിങ്ങൾക്ക് ദേ വിൽ ലവ് യു ലൈക്ക് എനിത്തിങ്, ദേ വിൽ ഗിവ് അൺകണ്ടീഷണൽ ലവ്. പക്ഷേ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള പ്രകടനത്തിലൂടെ അവരൊരിക്കലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമൊന്നുമില്ല. അത് അതുപോലെ തന്നെ ഇപ്പോൾ ഹ്യൂമനൈസേഷൻ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരുപാട് പെറ്റ് ഗ്രൂമിങ് ക്ലിനിക്കുകളൊക്കെ നമ്മളുടെ നാട്ടിലുണ്ട്. പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അതായത് ഇപ്പോൾ നമ്മളൊരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് പെറ്റുകൾക്ക് ഈ പറഞ്ഞ കോസ്റ്റ്യൂം തയ്ച്ചു കൊടുക്കുക, അവരെ ഉടുപ്പിടിച്ച് നടപ്പിക്കുക എന്നൊക്കെ. ഇതൊക്കെ പെറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട്, അവരുടെ കംഫർട്ടിനെ ഇത് ബാധിക്കുന്നുണ്ടോ നമ്മൾ ഡ്രസ്സ്? ഈ അടുത്ത കാലത്ത് ഒരു പഠനം കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും നമ്മൾ പലപ്പോഴും ഈ ചില ഡിയോഡ്രൻറ്റ് സ്പ്രേസ് അതൊക്കെ നായ്ക്കൾക്ക് ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ നായ്ക്കൾക്കൊന്നും ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ ക്ലിനിക്കിൽ അങ്ങനെ പല നായ്ക്കളും വരുന്നുണ്ട്. കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ കുത്തി പലരും ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്ന പല നായ്ക്കളും വരുന്നുണ്ട്. ഇപ്പോൾ ചില നായ്ക്കൾക്ക് ഇപ്പോൾ വിൻ്റർ സീസണിലൊക്കെ ഒരു ഡ്രസ്സൊക്കെ ചിലപ്പോൾ നല്ലതായിരിക്കും. അനാവശ്യമായിട്ട് ഇങ്ങനത്തെ ഇതൊക്കെ എനിക്ക് തോന്നുന്നില്ല നായ്ക്കളത് പൊതുവെ എൻജോയ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ഭാഗം. എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി അടിസ്ഥാനപരമായിട്ട് മനുഷ്യർ സ്വാർത്ഥന്മാരാണ്. നമ്മുടെ എന്താ പറയുക സന്തോഷത്തിന് വേണ്ടിയൊക്കെ ഇവരെ കൊണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. യഥാർത്ഥത്തിൽ മൃഗങ്ങൾ ഇത് എൻജോയ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ പല വീടുകളിലും ഇപ്പോൾ പെറ്റ്സിന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എല്ലാ ആഹാരവും പെറ്റ്സിന് കൊടുക്കുക. അത് പച്ചക്കറി ആണെങ്കിലും ശരി, നമ്മൾ കഴിക്കുന്ന സ്നാക്സ് ആണെങ്കിലും ശരി, നമ്മൾ കഴിക്കുന്ന ഈവൻ സ്വീറ്റ്സ് പോലും പെറ്റ്സിന് കൊടുക്കുന്ന ഒരു കൾച്ചർ ഇപ്പോൾ
ഇതിനോട് എന്റെ പട്ടി എന്തും കഴിക്കും, നമ്മൾ കഴിക്കുന്നത് എല്ലാം കഴിക്കുന്നു പറയുന്നത് ഒരു പ്രിവിലേജ് ആയിട്ട് മാറുന്ന അതും വലിയൊരു അപകടമാണ്. ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട്. അതേപോലെ ഈ ടേബിൾ സ്ക്രേപ്പിംഗ്, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ താഴെ നായ്ക്കൾക്ക് എപ്പോഴും ഇട്ട് കൊടുക്കുക. പക്ഷേ ഇതിൽ കുറേ അതേപോലെ ചെറിയ കുട്ടികളുടെ വീട്ടിൽ ചോക്ലേറ്റ്സ് നായ്ക്കൾക്ക് അധികം കൊടുക്കുക, നമ്മൾ ഗ്രേപ്സ്, പല അങ്ങനെ ചില സാധനം നായ്ക്കൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട ചില സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഗ്രേപ്സ് ആയിക്കോട്ടെ, ചോക്ലേറ്റ്സ് ആയിക്കോട്ടെ, എക്സസ് സോൾട്ട് ആയിക്കോട്ടെ, എക്സസ് സ്പൈസി ഫുഡ് ആയിക്കോട്ടെ, എക്സസ് ബോണുകളായി, ഇതൊക്കെ ഒന്നും നായ്ക്കൾക്ക് നല്ലതല്ല. അതാണ് നിങ്ങൾ ഒരു നായ മേടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു നല്ലൊരു വെറ്റിനറിയനെ കാണിച്ച് പ്രോപ്പറായിട്ടുള്ള അഡ്വൈസ് എടുക്കണം, എന്തൊക്കെ എൻ്റെ നായ്ക്കൾക്ക് കൊടുക്കേണ്ടത്. അതുപോലെ പലപ്പോഴും നമ്മൾ ഈ ഓവർ പാമ്പർ ചെയ്യുക നായ്ക്കളെ, ചില നായ്ക്കൾ നമ്മൾ ഈ കൊഞ്ചിച്ച് വഷളാക്കുക എന്ന് പറഞ്ഞ പോലെ അതും വളരെ കേടാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ അടിച്ച് വളർത്തും, പക്ഷേ നായ്ക്കളെ സംബന്ധിച്ച് ഇവർ വളരെ കെയർഫുള്ളായിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ പാമ്പർ ചെയ്ത് നായയും വളരെ സൂത്രക്കാരാണ്. ഇപ്പം ഇവരത് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചില വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ വാരി കൊടുക്കുക, എപ്പോഴും നായ്ക്കിങ്ങനെ വാരി കൊടുത്ത് ക്രമേണ ഈ നായ്ക്കൊരു ശീലം വരും. ഈ ഓണറുടെ അറ്റൻഷൻ പിടിക്കാൻ വേണ്ടി, ഇവരൊക്കെ ബേസിക്കലി അറ്റൻഷൻ സീക്കേഴ്സാണ്. അത് അവർ മനഃപൂർവ്വം അഭിനയിക്കും. എനിക്ക് അസുഖം പോലെ 3-4 ഒരു കുഴപ്പം കാണില്ല, പക്ഷെ ഓണർ വാരി കൊടുത്താൽ പുള്ളി കഴിക്കും. അപ്പം അങ്ങനെ നായ ഓവർ പാമ്പർ ചെയ്ത് നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ അതൊക്കെ അതേപോലെ നായ്ക്കൾക്ക് അവോയ്ഡ് ചെയ്യേണ്ട ചില ഫുഡുകളുണ്ട്, അത് അവോയ്ഡ് ചെയ്യുക. അല്ല നമ്മുടെ കൂടെ ഇരുത്തി നായ്ക്കൾക്ക് ആഹാരം കൊടുക്കാതിരിക്കുക, അവരെ സെപ്പറേറ്റ് ഒരു പ്ലേസിൽ കൊടുക്കുക. ഇങ്ങനെ ടേബിൾ സ്ക്രേപ്പിംഗ് കൊടുത്ത് അങ്ങനെ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നായ്ക്ക് ഒബേസിറ്റി പല പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും. അത് നായ്ക്കൾക്ക് ഒരു ബെഗിങ് ഹാബിറ്റ് വരും. പക്ഷെ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നായ്ക്കൾ ശരിക്കും ഒരു നായ മേടിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ചില കമാൻഡ്സ് പ്രോപ്പറായിട്ട് നായയെ പറഞ്ഞ് മനസ്സിലാക്കണം. എസ്പെഷ്യലി ഇൻഡോർ പെറ്റ് ആണെങ്കിൽ നോ എന്നുള്ള കമാൻഡ്, എവിടെ നോ പറയണം, ആ നോ കറക്റ്റ് പറഞ്ഞ് നായ ട്രെയിൻ ചെയ്യണം. ശരിക്കും ഒരു ചൊല്ല് പറയും, നല്ല എന്താ പറയുക, ഈ മോശം നായ്ക്കളില്ല, മോശം ഓണേഴ്സും ഉള്ളൂ എന്ന് പറയും. ആ ഓണറുടെ കഴിവുകേട് കൊണ്ടാണ് നായ ചീത്തയാവണം. അപ്പം നമ്മൾ ആ ഒരു പാർട്ട് വളരെ കെയർഫുൾ ആവണം. ശരിക്കും ഒരു നായ മേടിക്കുമ്പോൾ 100% നല്ലൊരു ഹോംവർക്ക് ചെയ്യണം. വളരെ ഭംഗിയായിട്ട് ആ ബ്രീഡിനെ കുറിച്ച് പഠിക്കണം. അതിൻ്റെ ശാരീരിക മാനസിക സ്വഭാവ പ്രത്യേകതകൾ വ്യക്തമായിട്ട് പഠിച്ച് ഒരു ഡോക്ടറുടെ അഡ്വൈസ് തേടി ഒരു ഹോംവർക്കൊക്കെ ചെയ്ത് ഈ നായ നമുക്ക് പറ്റിയതാണോ ആ വീട്ടുകാരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു കാരണം ഇറ്റ്സ് എ ലോങ് ബോണ്ട്, ഒരു 10 to 15 ഇയേഴ്സിൻ്റെ ഒരു എഗ്രിമെൻ്റാണ് നിങ്ങൾ സൈൻ ചെയ്യാൻ പോകുന്നത്. യു വിൽ ഗെറ്റ് അൺകണ്ടീഷണൽ ലവ്. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് വളർത്തേണ്ട പോലെ ഒരു നായ വളർത്താനുള്ള ഒരു ബേസിക് ഒരു ക്വാളിറ്റിയും ആ ഓണർക്ക് വേണം. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, അതായത് ചില ഭക്ഷണം നമ്മൾ കൊടുക്കാനേ പാടില്ല എന്നുള്ളത്. അങ്ങനെ ഒരു 5 ബെസ്റ്റ് ഫുഡ് പെറ്റുകൾക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നായ്ക്കൾക്ക് കൊടുക്കേണ്ടതും അതായത് കൊടുക്കാൻ പാടില്ലാത്ത ഫുഡും ഏതൊക്കെയാണെന്നൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ. ഞാൻ ആ ഒരു പാർട്ട് വളരെ ഗുണം ചെയ്തൊരു ഫാക്ട് എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല 89 ഞാൻ സർവീസിൽ കയറുമ്പോൾ ഈ നായ്ക്കൾ ഈ വാച്ച് ഡോഗ്സ് ഒക്കെ ജീവിച്ചിരുന്ന വീട്ടിലെ ബാക്കി വന്ന ചോറും ബാക്കി വന്ന സാമ്പാറൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു നെഗറ്റീവ് എനർജി ബാലൻസും അതേപോലെ അങ്ങനത്തെ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയിൽ ജീവിക്കുന്ന മൃഗങ്ങളായിരുന്നു അവർ. പക്ഷേ ക്രമേണ ഡോഗ് ഫുഡ് കമ്പനിക്കാർ മാർക്കറ്റിൽ വന്നു. അതൊരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ്. കാരണം അതൊക്കെ ഒരു ബാലൻസ്ഡ് ഫുഡാണ്. കാരണം ഒരു നായയുടെ ഫുഡിൽ നമുക്ക് പ്രോട്ടീൻ വേണം, കാർബോഹൈഡ്രേറ്റ് വേണം, ഫാറ്റ് വേണം, വൈറ്റമിൻ മിനറൽസ് വേണം. നമ്മളെങ്ങനെ പോയാലും ഒരു ഹോം മെയ്ഡ് ഫുഡ് ഒരിക്കലും ബാലൻസ്ഡ് ആവില്ല. പക്ഷേ ഇവരുടെ ഈ ഡോഗ് ഫുഡുകൾ അവർ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡോഗ് ഫുഡാണ്. അപ്പോൾ കുറേയധികം നായ്ക്കളിപ്പോൾ ഡോഗ് ഫുഡ് കൊടുത്തതോടെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് 100%. അത് വളരെ ഒരു പ്ലസ് പോയിൻ്റാണ്. ഓക്കെ, പിന്നെ നമ്മൾ തന്നെ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹോം മെയ്ഡ് ഫുഡാണ് കൊടുക്കേണ്ടത്, എന്ത് ചെയ്യണം, എന്തൊക്കെ ഫുഡുകൾ കൊടുക്കണം. ഇപ്പോൾ ഹോം മെയ്ഡ് ഫുഡ് നമ്മൾ ഈ പറഞ്ഞല്ലോ, ഇപ്പം കാർബോഹൈഡ്രേറ്റ് വേണം, പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, വൈറ്റമിൻ മിനറൽസ് വേണം. അപ്പോൾ നമ്മൾ ഹോം മെയ്ഡ് ഫുഡ് ഇഷ്ടംപോലെ റെസിപ്പീസ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ എങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കി നായ്ക്കൾക്ക് കൊടുക്കാം. അപ്പോൾ ആ ഒരു പാർട്ടിൽ ശരിക്കും നായ്ക്കളെ ഹെൽത്ത് സംബന്ധിച്ച് പണ്ട് ഞാൻ കണ്ട നായ്ക്കളെക്കാളും ഇപ്പോഴത്തെ നായയോട് കമ്പയർ ചെയ്യുമ്പോൾ ഹെൽത്ത് വൈസ് അവർ വളരെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് വളരെ. പക്ഷേ വേറൊരു അപകടം സംഭവിക്കുന്നുണ്ട് ഡിസീസ് വൈസ്. അതും വലിയൊരു ഫാക്ടറാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ കിഡ്നി ഫെയിലിയേഴ്സ്, ലിവർ ഫെയിലിയർ, അങ്ങനെ കുറേയധികം ഡിസീസുകൾ നമ്മുടെ ശരിക്കും ഹ്യൂമനിലൊക്കെ വരുന്ന പോലെ തന്നെ ഡിസീസുകൾ കുറേ അധികം നായ്ക്കൾക്ക് കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ ഈ കൊടുക്കുന്ന ഫുഡിൻ്റെ ആണോ? മേ ബി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എക്സസ് പ്രോട്ടീനൊക്കെ ആയിരിക്കാം എൻ്റെ ഒരു ഫാക്ടർ. കാരണം അതൊക്കെ ഞാൻ പറഞ്ഞ ഒരു വെറ്റിനറിൻ്റെ അഡ്വൈസ് ഇല്ലാതെ ഇങ്ങനെ വെറുതെ അനാവശ്യമായിട്ട് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഫുഡ് ഇങ്ങനെ അനാവശ്യമായിട്ട് കൊടുക്കുക, ഓവർ പാമ്പർ ചെയ്യുക, ഓവർ ഫുഡ് കൊടുക്കുക. കാരണം മൃഗങ്ങളെ സംബന്ധിച്ചൊരു അവർ ശരിക്കും മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ ട്രെയിനിങ്ങിൻ്റെ ബേസിക് ആണ് ഒന്ന് ലവും ഫുഡും. ഇത് വെച്ചിട്ടാണ് ട്രെയിനിങ് ചെയ്യണത്. നമ്മൾ നായ പാമ്പർ ചെയ്യുക, ഗുഡ് ബോയ് എന്ന് പറയുക, ഫുഡ് കൊടുക്കുക, ദെൻ ഹി വിൽ ഒബേ. അപ്പം ഇത് കാണും ഈ ഫുഡ് ഇങ്ങനെ കൂടുതൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം അനാവശ്യമായിട്ട് കൂടുതൽ ഫുഡ് കൊടുത്ത് നായ വഷളാക്കാതിരിക്കുക അതിനൊക്കെ. അപ്പം അതാണ് പറഞ്ഞത്, ഇതൊരു നായ വളർത്തുക എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രീയ ബോധവും കൂടെ വേണം. അതെ, കൊടുക്കാൻ പാടില്ലാത്ത ഫുഡ് ഏതാ ഡോഗ്സിന്? എക്സസ് ഫുഡ്, സോൾട്ട് നല്ലതല്ല. എക്സസ് സോൾട്ട് കാരണം ഇവർക്ക് സ്വെറ്റ് ഗ്ലാൻഡ്സ് വളരെ കുറവാണ്. അപ്പോൾ എക്സസ് സോൾട്ട് അവോയ്ഡ് ചെയ്യുക. എക്സസ് സ്പൈസി ഫുഡുകൾ, വളരെ സ്പൈസി ആയിട്ടുള്ള ഹ്യൂമൻ കഴിക്കാനുള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക.
ഫ്രൂട്ട്സ് കൊടുക്കുകയാണെങ്കിൽ ഗ്രേപ്സ് നല്ലതല്ല, ഗ്രേപ്സ് ഗ്രേപ്സ് നല്ലതല്ല. ചോക്ലേറ്റ്സ് ഓക്കെ. കുട്ടികളിങ്ങനെ അങ്ങനെ ചോക്ലേറ്റ്സ് അവോയ്ഡ് ചെയ്യുക. ചെറിയ നീളമുള്ള അധികം വേവിക്കാത്ത ബോണുകൾ സോഫ്റ്റാണ്, സ്പ്ലിൻഡർ ചെയ്യും, വയർ അപ്സെറ്റ് ആവും. പ്രായനായക്കൾ ചിലപ്പോൾ പാൽ അവോയ്ഡ് ചെയ്യേണ്ടി വരും, ലാക്ടോസ് ഇൻടോളറൻസ്, അങ്ങനെ കുറേ ഫുഡുകൾ ഒരു ഇത് പറയുന്നുണ്ട്. അതൊക്കെ അവോയ്ഡ് ചെയ്ത് വളർത്തണം. അതൊക്കെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഒരു പീരിയോഡിക്കായിട്ടൊരു ഡോക്ടറെ കാണിക്കുക, അഡ്വൈസ് എടുക്കുക. ഒരു നായ വളർത്തുമ്പോൾ അതൊരു റെസ്പോൺസിബിൾ ഓണർഷിപ്പാണത്. ഓക്കെ. നമ്മളിപ്പോൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ല, അതായത് ചില നായ്ക്കൾ, അതായത് നമ്മൾ ജനിച്ചൊരു 2 മാസം നമ്മൾ ഫീഡ് ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷം, ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഓണർ തിരിച്ച് വന്നാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു ഓണറിനെ. അപ്പോൾ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ഓർമ്മശക്തി ഡോഗ്സ്, എസ്പെഷ്യലി ഡോഗ്സിന്, പെറ്റ്സിനുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ എപ്പോഴും ഇപ്പോൾ ഈ ഡോഗിനെ മേടിച്ച് കഴിയുമ്പോൾ നമുക്കൊക്കെ ധാരാളം ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, കുറേ പേരുണ്ട്. ആ ഡോഗിനെ സംബന്ധിച്ച് ഈ വേൾഡിൽ ആ മാസ്റ്റർ മാത്രമേ ഉള്ളൂ, ആ ഫാമിലി മാത്രമേ ഉള്ളൂ. അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതാണ്. അതവൻ്റെ മെമ്മറിയും അവൻ്റെ സ്വപ്നങ്ങളും അവൻ്റെ എല്ലാം അവരായിട്ട് ബന്ധപ്പെടുത്തിയാണ് നടക്കുന്നത്. 100% അവർ ഓർത്ത് വെച്ചിരിക്കും. എത്ര വർഷം കഴിഞ്ഞാൽ അവൻ്റെ മാസ്റ്റർ എന്തായാലും അത് ഓർത്ത് വയ്ക്കും. അതിപ്പോൾ നമ്മൾ എന്തൊക്കെ രൂപം മാറിയാലും അത് തിരിച്ചറിയും. ബേസിക്കലി ഒരു സ്മെല്ലാണല്ലോ അവരുടെ ഒരു, അത് വെച്ചിട്ടാണ് തിരിച്ചറിയണ ഒരു ഇത്. അപ്പം നമ്മളെപ്പോഴും നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുകയാണ്, അവരെ കണ്ണ് കെട്ടിയിട്ടാണെങ്കിൽ ആ സ്മെല്ല് വെച്ചിട്ട് ആ മാസ്റ്റർ അത് കണ്ടുപിടിക്കും. ഇതിപ്പോൾ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ കരിയറിൽ. അതായത് ഒരുപാട് പെറ്റ്സിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും, ഈ പെറ്റ്സിൻ്റെ ഓണേഴ്സിനെ ഈ പറഞ്ഞ പോലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. ഈ കരിയറിൽ ഇപ്പോൾ പെറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും കരിയറിൽ ഓർമ്മ നിൽക്കുന്ന ഭയങ്കര ഹേർട്ട് വാമിംഗ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റോ മെമ്മറിയോ പറയാൻ പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ഒരു ഇൻസിഡൻറ്റ് എന്താ? പെറ്റ്സിനെ കെയറുമായിട്ട് ബന്ധപ്പെട്ട്, പെറ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ധാരാളം ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഒരു വെറ്റിനറിയെ സംബന്ധിച്ച് ഇങ്ങനെ ധാരാളം ഓർമ്മകൾ വരും. കാരണം നമുക്ക് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പല നായ്ക്കളും ഉണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾ, അവരെ നമ്മൾ സേവ് ചെയ്ത പല കഥകൾ, അതേപോലെ നമ്മുടെ വളരെ ദുഃഖകരമായ കഥകൾ, അത് നമുക്ക് വളരെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് പീരീഡിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോണ നായ്ക്കൾ. റീസെൻ്റ്ലി മിനിങ്ങാന്ന് 4 ദിവസം മുമ്പ് ഒരു ഡോബർമാൻ വന്നിട്ടുണ്ടായിരുന്നു, വൈപ്പിന് എന്ന ഡോബർമാൻ. അത് കോമ സ്റ്റേജിലാണ്, ഫുൾ കോമ. പിന്നെ ആകെ ഒരു ചെറിയൊരു പൾസൊക്കെ വളരെ വീക്ക്, വളരെ ഹൈപ്പോതെർമിക്, എല്ലാ ഇതായിട്ടുള്ള. അപ്പോൾ ഓണർ വളരെ അറ്റാച്ച്ഡാണ്. ഓണറിന് അവിടെ ഒരു ചെമ്മീൻ പാടം എന്തുണ്ട്, ചെമ്മീൻ നോക്കണൊരു അവിടെ തന്നെ. പെട്ടെന്ന് ഈ നായ കുഴഞ്ഞു വീണു. നമ്മൾ ഫുൾ ബോഡി ഫുള്ള് ചെക്ക് ചെയ്തപ്പോൾ ആകെ ഒരു പാരാമീറ്ററിനും വേരിയേഷനൊന്നുമില്ല. പക്ഷേ സംഭവം അതൊരു അനോണിമസ് കേസാണ്, പുള്ളി കോമയിലായി. അപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ ടീം മൊത്തം അതിൻ്റെ പിറകിലുണ്ട്. ഞങ്ങൾ ഓക്സിജൻ കൊടുക്കുന്നു, ഡ്രിപ്പ് ഇടുന്നു, എല്ലാം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു, തേർഡ് ഡേ കഴിയുമ്പോഴത്തേക്കും ഞാൻ പുള്ളി പറഞ്ഞു, സാറേ ഇനി നമുക്കൊന്ന് മെഴ്സി കില്ലിങ് ചെയ്തിട്ട് സഫർ ചെയ്യിപ്പിക്കണ്ട, പുള്ളി ഇങ്ങനെ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു രാത്രിയും കൂടെ നമുക്കൊരു ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിറ്റേ ദിവസം രാവിലെ സർപ്രൈസ് ആയിട്ട് ഞങ്ങളെ മുറി ചെന്നപ്പോൾ കണ്ട കാഴ്ച പുള്ളി എണീറ്റ് നിൽക്കുക. പുള്ളിയുടെ വളരെ സർപ്രൈസ് ആയിട്ട് പുള്ളി എണീറ്റ് വളരെ കൂളായിട്ട് എണീറ്റ് നിൽക്കുക. പുള്ളി പുറത്ത് നടന്നു, ഫുഡ് കൊടുത്ത്, ഫുഡ് കഴിച്ചു. അങ്ങനെ വളരെ അനോണിമസ് ആയിട്ടുള്ള, അത് ഭയങ്കര ഞങ്ങൾ വളരെ സർപ്രൈസ് ആയിപ്പോയി. എന്താ നായ്ക്ക് സംഭവിച്ചെന്ന് ഇന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ബാക്കി എല്ലാ ബോഡി പാരാമീറ്റേഴ്സും നോർമൽ, ബട്ട് 3 ഡേ ഇറ്റ് വാസ് ഇൻ കോമ. അങ്ങനെ ചില സന്തോഷങ്ങൾ ജീവിതത്തിൽ വളരെ സന്തോഷമായിട്ടുള്ള ചില ഇത് കണ്ടിട്ടാണത്. ഓക്കെ, അത് കൊള്ളാം. ഇതുപോലെ വേറെ എന്തെങ്കിലും ഉണ്ടോ? അല്ല, അങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ചില കേസുകൾ അങ്ങനെ കിട്ടാറുണ്ട്. അതേപോലെ ഞങ്ങൾ ദുഃഖമായിട്ടുള്ള ചില കേസും കിട്ടാറുണ്ട്. ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ചില നായ്ക്കൾ, ഞങ്ങൾ ചില ഇൻപേഷ്യൻസ് ചിലത് വരും, വളരെ ഡോക്ടർ നമ്മളായിട്ട് വളരെ അറ്റാച്ച്ഡ് ആവും. വളരെ നമ്മൾ ഈവൻ ചില നായ്ക്കൾ നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്ന ചില നായ്ക്കൾ നമുക്കത് തോന്നും നമ്മളെ കാണുമ്പോൾ ചിരിക്കുകയാണ്. പക്ഷെ അത് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോണ ചില കേസുകൾ, രാവിലെ നോക്കുമ്പോഴത്തേക്ക് അത് ഫൗണ്ട് ഡെഡ്. അങ്ങനെ വളരെ സങ്കടമായിട്ടുള്ള കേസുകൾ ഞങ്ങൾക്ക് കിട്ടാറുണ്ട്. ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ വളരെ എന്താ പറയുക, സന്തോഷവും ദുഃഖവും തരുന്ന ഒന്നാണ്. ഇപ്പോൾ റാബിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ നമുക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും. അതായത് ചിലപ്പോൾ ഇഞ്ചക്ഷനുള്ള വാക്സിൻ കൊടുത്തിട്ടുള്ളൊരു പെറ്റാണെങ്കിൽ പോലും നമ്മളുടെ ഇവിടെ ചെറിയൊരു മാന്തോ അല്ലെങ്കിൽ അത് ചെറിയൊരു സ്ക്രാച്ച് ആയാൽ മതി, രക്തം പൊടിയണം എന്നില്ല. അപ്പോൾ നമ്മൾ പിന്നെ അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രോപ്പർ ഇഞ്ചക്ഷൻ എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഡൗട്ട് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്? ഇതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം ഇപ്പോൾ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ റേബീസാണ്. നിങ്ങൾ പേപ്പർ നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ ചാനൽസ് അറിയാം. ഡെയിലി ഓരോ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും പല അനിമൽ ഹ്യൂമൻ കോൺഫ്ലിക്ട്സ്, തെരുവ് നായ്ക്കൾ ആക്രമിക്കുക, മൃഗങ്ങളെ ആക്രമിക്കുക, മനുഷ്യരെ ആക്രമിക്കുക. അപ്പോൾ അത് ശരിക്കും ഇവിടുത്തെ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ ബ്രീഫായിട്ട് ഞാനൊന്ന് പറയാം. എന്താണ് കേരളത്തിൽ സംഭവിച്ചത്, എന്നിട്ട് ഞാൻ നിങ്ങളുടെ ഇതിലേക്ക് വരാൻ. ഓക്കെ. ഞാൻ സർവീസിൽ 1989 കയറുമ്പോൾ ഓരോ പഞ്ചായത്തിലും ഇതേപോലെ ഒരു എല്ലാ മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും ഒരു സ്കീമുകളുണ്ട്. ആ സ്കീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേവിഷ നിർമ്മാർജ്ജനം,
തെരുവ് നായ നിർമ്മാർജ്ജനം. ഇതായിരുന്നു സ്കീം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ക്യാമ്പുകൾ വെച്ചിട്ട് നായ്ക്കളെ വാക്സിനേറ്റ് ചെയ്യുക, തെരുവ് നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യുക. ഒരു പട്ടിപിടുത്തക്കാർ വന്നിട്ട് അവരെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു സ്കീം എല്ലാ പഞ്ചായത്തിലും. ഇതിങ്ങനെ പോയി ഒരു ബാലൻസ് സ്റ്റേറ്റ് ആയിരുന്നു കേരളം. അത് 2001 ആയപ്പോഴത്തേക്കും അനിമൽ ബർത്ത് കൺട്രോൾ ആക്ട് വരുന്നു. ഇത് വെച്ചിട്ട് തെരുവ് നായ്ക്കളെ നശിപ്പിച്ചുകൂടാ, അവരെ നമുക്ക് നശിപ്പിച്ചുകൂടാന്നൊരു ഒരു ആക്റ്റായിട്ട് തന്നെ വന്നു. അപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ തെരുവ് നായ്ക്കളുടെ എണ്ണം ക്രമേണ കൂടി വന്നു. നായ്ക്കളെ നമ്മളൊന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ കൂടെ തന്നെ അർബനൈസേഷൻ വന്നു. ധാരാളം പെട്ടിക്കടകൾ വന്നു, അറവുശാലകൾ വന്നു, വേസ്റ്റ് ഡംപ് ചെയ്യുക, ധാരാളം തെരുവ് നായ്ക്കളിങ്ങനെ പെറ്റുപെരുകി കൂടുതലായി. ഇതൊരു ഹെഡേക്കായി മാറി കഴിഞ്ഞപ്പോൾ 2014-15 ആദ്യമായിട്ടൊരു ABC സെൻറ്റർ എന്ന് പറഞ്ഞ ഇത് വരുന്നത്, അനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം. അതനുസരിച്ച് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും കൊച്ചി കോർപ്പറേഷൻ, കാലിക്കറ്റ് കോർപ്പറേഷനിലൊക്കെ ഇതേപോലെ തെരുവ് നായ്ക്കളെ പിടിക്കുന്നു, വന്ധീകരിക്കുന്നു, ആ സ്ഥലത്ത് തന്നെ കൊണ്ടുവിടുന്നു. അങ്ങനെ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്കീം പ്രകാരം സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇതൊരു ലോങ് ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ എല്ലാം സപ്പോർട്ട് ചെയ്തൊരു സ്കീമായിരുന്നു അത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ സംസ്ഥാനത്ത് നമുക്ക് ആവശ്യമുള്ള ഫണ്ടില്ല. നമുക്ക് ഇത് ലോങ് ടൈമിൽ റൺ ചെയ്യാൻ വേണ്ടി റിവോൾവിംഗ് ഫണ്ടില്ല. അത് തുടങ്ങിയ പോലെ തന്നെ ഓരോ വർഷവും സിക്കായിക്കൊണ്ടിരുന്നു. ആവശ്യമുള്ള മാൻ പവർ ഇല്ല, അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതെ ABC പ്രോഗ്രാം ഒരു ക്രമേണ ഒരു ഫെയിലിയർ ഇതിലേക്ക് പോയി. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ അതേപോലെ തന്നെ അത് ഒരു 6-7 മാസം കൊണ്ട് പതുക്കെ ഷട്ട് ഡൗൺ ചെയ്യും. ഇതാണ് ഈ സിനേറിയോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു 2 വർഷം കൊണ്ട് 25ഓളം ജീവനുകളാണ് കേരളത്തിൽ പോയിട്ടുള്ളത് റേബീസ്, പേവിഷബാധയായിട്ട്. കണ്ണൂർ നിങ്ങൾ വായിച്ചു കാണാം, 50ഓളം പേരാണ് ഒറ്റ ദിവസം ഈ തെരുവുനായ കടിച്ചതായി. എല്ലാ തവണയും ഇവിടെ ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നുണ്ട് പല സ്ഥലത്തും കേരളത്തിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ക്ലോസ് ഒബ്സർവേഷൻ വെച്ചിട്ട് പറയുകയാണ്. ഇപ്പോൾ ഞാൻ തൃപ്പൂണിത്തുറയാണ് എൻ്റെ നാട്. തൃപ്പൂണിത്തുറ കഴിഞ്ഞ എൻ്റെ ക്ലിനിക്കിൽ കഴിഞ്ഞ വർഷം 4 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ, വെണ്ണല, കാക്കനാട് ഭാഗത്ത്. ഇതൊക്കെ ഒരു അർബൻ ഏരിയാസാണ്. എന്നാൽ അവിടെ ഒന്നൊരു സാധാരണ റേബീസ് വരുന്നൊരു കാടായിട്ട് ബന്ധപ്പെട്ട കുറുക്കൻ അല്ലെങ്കിൽ കുറുനരി, അവരാണ് വൈൽഡ് ലൈഫാണ് അതിൻ്റെ ഒരു റേബീസിൻ്റെ റിസർവോയേഴ്സ്. ഇവർ വന്നിട്ട് തെരുവ് നായ്ക്കളെ കടിക്കുന്നു. ഇവരാണ് പിന്നെ നമ്മളിങ്ങനെ ചെയിനായിട്ട് പോകുന്നതെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇത്ര ഈ അർബൻ ഏരിയയിൽ ഇങ്ങനെ ഇവിടെ കുറുക്കനും ഇല്ല, കുറുനരി ഒന്നുമില്ല. എല്ലാ വർഷവും ഇങ്ങനെ 2-3 കേസുകൾ റേബീസ് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലൂ എവിടെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പേയുള്ള നായ ശരിക്കും പേവിഷം വന്നു കഴിഞ്ഞാൽ കണക്ക് പറയുന്ന ഏകദേശം 8 മുതൽ 10 കിലോമീറ്റർ വരെ ഇവർ റൺ ചെയ്യും. ഒരു ഒറ്റയാനെ പോലെ നോമാഡിക്കായിട്ട് 10 മുതൽ 8 to 10 കിലോമീറ്റേഴ്സ് ഇവർ റൺ ചെയ്യും. ഈ പോണ വഴിയിലെല്ലാം ഇവർ നായ്ക്കളായിക്കോട്ടെ, മൃഗങ്ങളെ ആയിക്കോട്ടെ, മനുഷ്യരെ ആയിക്കോട്ടെ, ഇവർ കടിച്ചായിരിക്കും പോകുന്നത്. ഇവർക്കൊരു ബോധം ഉണ്ടാവില്ല. ഇവരെങ്ങനെ കടിച്ച് പോകുന്നു. ഇവർ എന്ന് സിംറ്റം കാണിക്കുന്ന ഒരു 3 അല്ലെങ്കിൽ 4 ദിവസം ഇവർ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ മനുഷ്യരെ കൊല്ലുന്നു. ഇതാണ് ശരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ 10 കിലോമീറ്ററിനുള്ളിൽ കുറേ അധികം പേര് എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, തെരുവ് നായ്ക്കൾ. ഈ തെരുവ് നായ്ക്കൾക്ക് നമ്മളൊരു നായ നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ ഈ വൈറസ് ബോഡിയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഞരമ്പ് വഴി നേരെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നു, അത് നേരെ ബ്രെയിനിൽ വരുന്നു, അത് സലൈവയിൽ വന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ വൈറസ് എന്ന് സലൈവ വഴി പുറത്ത് വരുന്നു, അപ്പോഴാണ് ഈ സിംറ്റംസ് പുറത്ത് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. ഇത് ശരിക്കും നമ്മൾ കടി കിട്ടി ആ മുറിവിൻ്റെ ആഴം, ബ്രെയിനായിട്ടുള്ള ഡിസ്റ്റൻസ്, അതേപോലെ എത്ര അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്, അതനുസരിച്ച് ഇൻക്യുബേഷൻ പീരീഡ് വേരി ചെയ്യും. സാധാരണ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച അല്ലെങ്കിൽ ഒരു 8 ആഴ്ചക്കുള്ള സിംറ്റംസ് കാണിച്ചേക്കാം. പക്ഷേ ചില കേസിൽ ഇത് 1 വർഷം മുതൽ 2 വർഷം വരെ ഇത് നിൽക്കും, പതുക്കെ അത് പുറത്ത് വരുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ലെങ്ത് കൂടുന്തോറും അപകടാവസ്ഥ കൂടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നയം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ ആയിക്കോട്ടെ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഇപ്പം നമ്മൾ ശരിക്കും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പക്ഷിപ്പനി വരുന്ന പോലെ എന്നൊരു തെരുവുനായ ഒരു സ്ഥലത്ത് കാണുന്നു, ഒരു 10 കിലോമീറ്റർ ചുറ്റിലുള്ള നായ്ക്കളെ ദയാവധം ചെയ്യണം. അത് ഹ്യൂമൻ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഒരു 10 കിലോമീറ്റർ. അതേപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നായ്ക്കൾ, ഇപ്പം ചില തെരുവ് ഗുണ്ടകളെ പോലെ എപ്പോഴും പ്രോബ്ലം ഉണ്ടാക്കുന്ന ചില നായ്ക്കൾ, കുട്ടികൾക്ക് വഴി നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നായ്ക്കൾ, അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ദയാവധം ചെയ്യണം. നമ്മുടെ ശരിക്കും ഈ മഹാത്മാഗാന്ധി ഏറ്റവും വലിയ അഹിംസയുടെ ആളായിരുന്നു. ഗുജറാത്തിൽ ഇതേപോലെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പുള്ളി പറഞ്ഞ വാക്ക് തന്നെയാണ്, ഇൻ്റർനെറ്റിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ആ തെരുവ് നായ്ക്കളെ മൊത്തം പുള്ളി നശിപ്പിക്കുക, പെസ്റ്റ്, അത് മുഴുവൻ നശിപ്പിക്കാനാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. കാരണം അതൊരു കോമൺ സെൻസ്. അതാണ് ശരിക്കും ഞങ്ങൾ ശരിക്കും പറഞ്ഞ വെറ്ററിനറി ഡോക്ടർമാർക്ക് ശരിക്കും 3 ദൗത്യങ്ങളാണ് ഉള്ളത്. ടു ഇംപ്രൂവ് മിൽക്ക്, മീറ്റ് ആൻഡ് എഗ് ഓഫ് ദ സ്റ്റേറ്റ്, വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് പെറ്റ് ആൻഡ് ഡൊമസ്റ്റിക് ആനിമൽസ്, ആൻഡ് മൂന്നാമതാണ് ഏറ്റവും പ്രധാനം, ടു പ്രിവെൻറ്റ് സൂണോട്ടിക് ഡിസീസ്. സൂണോട്ടിക് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് വരുന്ന രോഗങ്ങൾ തടയുക.
ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ റേബീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു വലിയൊരു ഹെഡേക്കാണ്. ഇപ്പോൾ ഹ്യൂമൻ ഡോക്ടേഴ്സിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ, കാരണം അവർ ഈ ഒരു കുട്ടി അവർ റെഡിമെയ്ഡ് ആൻറ്റിബോഡി ഇമ്യൂണോഗ്ലോബുലിൻ കൊടുത്തു, റേബീസ് കൊടുത്തു, ആൻറ്റി റേബീസ് വാക്സിൻ കൊടുത്തു, എന്നിട്ടും ആ കുട്ടി അപ്പം ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് ഞങ്ങൾക്കിപ്പോൾ അതിലും വലിയൊരു കുറ്റബോധമാണ്. കാരണം ഇത്രയും വർക്ക് ചെയ്തിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് തടയാൻ കഴിയുന്നില്ല? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് സൂനോട്ടിക് ഡിസീസ് തരുന്നത്. അപ്പോൾ ഈ വർഷം മുതൽ ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ വളരെ കോൺക്രീറ്റ് ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ഒരു കുറച്ച് ഏരിയ ശരിക്കും ദയാവധം ചെയ്യണം. നമ്മൾ ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പുട്ട് സ്ലീപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതിൽ ശരിക്കും വളരെ നായ്ക്കളെ പിടിച്ചിട്ട് ഒരു ഏരിയയിൽ ഞാൻ ഈ പറഞ്ഞ ഒരു റേബീസ് ഔട്ട് ബ്രേക്ക് കണ്ടു കഴിഞ്ഞാൽ 10 കിലോമീറ്റർ ചുറ്റളവിലെ നായ്ക്കളെ നമ്മൾ നശിപ്പിച്ച് കളയണം. അങ്ങനെ ദയാവരം ചെയ്യാനുള്ളൊരു ഇത് നമ്മുടെ കേരളത്തിൽ 100%. അതിന് സെൻട്രൽ ഗവൺമെൻറ് ഒരു റൂളും പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും നായെ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കുക, കൊണ്ടുവന്നിട്ട് ഇൻട്രാവീനസ് ആയിട്ട് തയപ്പൻട്രൽ സോഡിയം വളരെ സ്ലോ ആയിട്ട് ചെയ്യുക. അത് വളരെ നമ്മൾ ശരിക്കും അനസ്തീഷ്യ കൊടുക്കണ പോലെയാണ്. അപ്പോൾ അതൊക്കെ ഉറങ്ങി അത് പുട്ട് സ്ലീപ്പ് എന്നൊരു കൺസെപ്റ്റിലേക്ക് വരും. നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ശരിക്കും ലോങ് ടൈമിൽ അത് വലിയൊരു അപകടത്തിലേക്ക് പോകും. കാരണം അത് എനിക്ക് തോന്നുന്നത് വെറ്ററിനറി ഡോക്ടർ എന്നുള്ളതിൽ ഞങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ പ്രിവെൻഷൻ ഓഫ് സൂനോട്ടിക് ഡിസീസ്, കാരണം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിൽ പോയി ചാടും. കാരണം ABC കേരളത്തെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമുക്കുള്ള റിസോഴ്സസ് വളരെ കുറവാണ്. നമുക്ക് ഇൻഡസ്ട്രി ഇല്ല, അഗ്രികൾച്ചർ ഇല്ല. ആകെയുള്ള സോഴ്സ് എന്ന് പറഞ്ഞാൽ NRI ഫണ്ടും ഇതേപോലെ ടൂറിസം ഉള്ളൂ. ഈ ടൂറിസം തന്നെ ഇപ്പോൾ പലപ്പോഴും ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാൻ മടി ഈ സ്ട്രീറ്റ് ഇത് കാരണമാണ്. അപ്പോൾ ഇങ്ങനെ പല ഫാക്ടേഴ്സും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇവർക്ക് ഈ പ്രയോറിറ്റി വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഏറ്റവും ലോ പ്രയോറിറ്റിയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ആദ്യം ചെയ്യേണ്ട പണി നിയമങ്ങൾ മാറ്റി എഴുതണം. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് കുറേ റൂൾസ് വെച്ചിട്ടുണ്ട്. ആ റൂളൊക്കെ മാറ്റണം. ഞാനീ പറഞ്ഞ പോലെ കുറച്ച് അനിമലിനെ ഇവിടുന്ന് മാറ്റാതെ നമുക്കിത്, കാരണം ഓരോ വർഷം ചെയ്യുന്നത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ABC സെൻറ്റേഴ്സ് വേണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ABC സെൻറ്റേഴ്സ് വേണം. അവർ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം, അനിമൽ പോപ്പുലേഷൻ കുറയ്ക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ഔട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ, അതേപോലെ ചില ഇങ്ങനത്തെ ചില ഗുണ്ടകൾ, തെരുവ് ഗുണ്ടകളുണ്ട്, കുറേ വൈൽഡ് സ്വഭാവങ്ങളുള്ള ചില നായ്ക്കളുണ്ട്. അവരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളയണം ഫോർ ദ സേഫ്റ്റി ഓഫ് മാൻകൈൻഡ്. ഓക്കെ. ഇനി നമ്മൾ ഈ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾക്കിടയിലുള്ള നമുക്ക് ചുറ്റുമുള്ള കുറേ മിത്തുകളുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളത് വലിയ കാര്യമായിട്ട് ആർക്കും അറിയാണ്ടാവില്ല. അപ്പോൾ ഒരു പെറ്റ് ഡോക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ആധികാരികമായിട്ട് പറയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഡോഗ്സിന്, പ്രത്യേകിച്ച് ഡോഗ്സിന് ഇപ്പം നമ്മളുടെ മനുഷ്യന്മാർക്കിടയിലുള്ള ക്യാൻസറും അതുപോലെ തന്നെ ഡയബറ്റിക്സ് ആയിട്ടുള്ള മനുഷ്യന്മാരെ അവർ സ്മെല്ല് ചെയ്ത് കണ്ടുപിടിക്കാനുള്ളൊരു കഴിവ് പൊതുവേ ഡോഗ്സിനുണ്ട് എന്നുള്ളത്. അത് എത്രമാത്രം സത്യമാണ്, അത് ശരിയാണോ? യെസ്, കറക്റ്റാണ്. എസ്പെഷ്യലി ഇപ്പോൾ സ്കിൻ ക്യാൻസേഴ്സ്, ദർ ആർ സം സ്കിൻ ക്യാൻസർ ഡോഗ്സ് അത് സ്നിഫ് ചെയ്ത് ഡിറ്റക്ട് ചെയ്യണ ഇഷ്ടംപോലെ. ഈവൻ നമ്മുടെ ഇവിടെ ആയിട്ടില്ല, പുറത്തൊക്കെ ഞാൻ പല ആർട്ടിക്കിളും വായിച്ചിട്ടുണ്ട്. ഡോഗ്സിന് ഇങ്ങനെ വളരെയധികം കഴിവുണ്ട്. വളരെ ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ഡോഗ്സിൻ്റെ പല കഴിവുകളും നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഈ നമ്മൾ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് എന്തുമാത്രം പൈസ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ കുത്തി ഇതാക്കണം. 2 നായ്ക്കളുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അങ്ങനെ അവർക്ക് ഇഷ്ടം ഡ്രഗ് ഡിറ്റക്ഷൻ, എന്തൊക്കെ അവർക്ക് നമ്മൾ പലപ്പോഴും ഇവരുടെ സാധ്യതകൾ നമ്മൾ ചൂഷണം ചെയ്തിട്ടുള്ളതാണ് സത്യം. ഓക്കെ. അതുപോലെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, നമുക്കറിയാം, അതായത് എർത്ത് ഉണ്ടാവുന്ന സമയത്തെ ഈ പട്ടികൾക്ക് പ്രത്യേകിച്ച് അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ കുറേ കാര്യങ്ങൾ പ്രകടിപ്പിക്കും. അതായത് ഓളയിടുകയും ഇവർക്കൊരു 6th സെൻസ് എന്ന് പറയാൻ കാരണം വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പല കാര്യങ്ങളും ഓഡിയബിൾ എന്ന് പറഞ്ഞാൽ 20 to 20,000 ഹെർട്സിൻ്റെ ഉള്ളിലുള്ള ഫ്രീക്വൻസി സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഓക്കെ. പക്ഷേ ഇവർക്ക് പല സൗണ്ടുകളും സോണിക് ആയിട്ടുള്ള പല ശബ്ദങ്ങളും ഇവർക്ക് അറിയാൻ കഴിയും. അപ്പോൾ ചെറിയ ചെറിയ കമ്പനങ്ങളൊക്കെ അവർക്ക് വളരെ പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ ആദ്യം ഈ കലാമിറ്റീസ്, നാച്ചുറൽ കലാമിറ്റീസ് ആദ്യം തിരിച്ചറിയുന്ന മൃഗങ്ങളായിരിക്കും. അതൊരു ഫാക്റ്റാണത്. നമ്മൾ കാണാത്ത പല ശബ്ദങ്ങളും നമ്മൾ കാണാത്ത പല കാഴ്ചകളും ഇവർ കാണുന്നുണ്ട്. അത് നിങ്ങളൊരു നായെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്ത് അറിയാം. ഇവരുടെ ആ ഒരു മൂവ്മെന്റ് ഓഫ് ഹെഡ്, അവർ പല എന്തൊക്കെയോ ചില കാഴ്ചകൾ അവർ നമ്മൾ കാണാത്ത കാണുന്നുണ്ട്, ചില ശബ്ദങ്ങൾ അവർ കേൾക്കുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ പട്ടികൾക്ക് ആക്ച്വലി രാത്രി ലൈറ്റ് ഇല്ലാതെയും അവർ ഇരുട്ടത്തും അവർക്ക് കാഴ്ച വിസിബിൾ ആണോ, വിഷൻ വിസിബിൾ ആണോ? ഇവർക്ക് സൗണ്ട് നമ്മളെക്കാളും കൂടുതൽ ആക്റ്റീവാണ്. ഓക്കെ. സ്മെല്ല് ആക്റ്റീവാണ്. പക്ഷെ ഇവര് കാഴ്ചശക്തി പൊതുവെ കുറവാണ്. അതൊരു മിത്ത. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പട്ടികൾ കാണുന്നുണ്ടെങ്കിൽ, നായ്ക്കൾ കാണുന്നുണ്ടെങ്കിൽ ലൈറ്റ് വേണ്ട, അല്ലാതെ ഹ്യൂമൻ തീർച്ചയായിട്ടും വേണം. കാഴ്ചശക്തി കുറവാണ് അവർക്ക്. സെൻസ് ഓഫ് സ്മെല്ലും സെൻസ് ഓഫ് ഹിയറിംഗും കൂടുതലാണ്. കാഴ്ചശക്തി അത്ര ഇതല്ല അവർക്ക്.
അതുപോലെ പരിധി വരെ ഒരു കളർ ബ്ലൈൻഡും ആണ് അവർ. കളർ ബ്ലൈൻഡ് ആണല്ലേ ഒരു പരിധി വരെ. ചില കളേഴ്സ് അവർക്ക് തിരിച്ചറിയാൻ പറ്റും, എല്ലാ കളേഴ്സും പറ്റില്ല. അതുപോലെ ഞാൻ കണ്ടിട്ട് ഈ ചില നായ്ക്കൾ ഇപ്പം നമ്മളുടെ മിററിൽ നോക്കി നമ്മളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് പോലെ, പക്ഷേ പട്ടികൾക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. പട്ടികൾ അവരുടെ പ്രതിഫലനം കാണുന്ന സമയത്ത് ഇരുന്ന് കുരയ്ക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം അവർക്ക് മിററിൽ അവരെ തന്നെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ബേസിക്കലി ഇല്ലേ നായ്ക്കൾക്ക്? എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അപ്പെക്സ് ബോഡിയിൽ ശരിക്കും ഹ്യൂമൻസ് ആണ്. ഇതാണ് എല്ലാ കാര്യവും. നമ്മൾ ഹ്യൂമൻസിൻ്റെ അത്ര ഒന്നും ഒരിക്കലും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇവർക്ക് തന്നെ പറയുന്ന ഒരു 50 വാക്കിൽ കൂടുതലൊന്നും ഇവർക്ക് പഠിച്ചെടുക്കാൻ പാടാണ്. അവർക്ക് കുറെ നമ്മളെക്കാൾ IQ ഒക്കെ വളരെ കുറവാണ് അവർക്ക്. പക്ഷേ ബേസിക്കലി ഒരു അറ്റൻഷൻ സീക്കേഴ്സ് ആണ് അവർ. എപ്പോഴും അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അതാണ്. നമ്മളെപ്പോഴും പാമ്പർ ചെയ്യുക. എപ്പോഴും ഒരു ഡോഗ്സ് ആർ ബേസിക്കലി അറ്റൻഷൻ സീക്കേഴ്സ്. അപ്പോൾ അവർ ഈ മിററിൽ കണ്ടിട്ട് അവരുടെ ഇത് കണ്ട് കുറയ്ക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു ബുദ്ധിപരമായൊരു ഇതാണ്. അതെന്തോ വ്യക്തമായിട്ടൊരു എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. പക്ഷെ അവർ IQ ഒക്കെ എനിക്ക് തോന്നുന്നില്ല അത്രയധികം ഉണ്ട്. അതൊക്കെ വെറുതെ ഈ പറഞ്ഞ കഥകൾ വെറുതെ പറഞ്ഞു പരത്തണാണ്. ഈവൻ എല്ലാ ഈ എലിഫൻസ് ഇവർക്ക് നമ്മൾ വിചാരിക്കും വലിയ അതൊക്കെ ആനക്കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു 15 വയസ്സായ ഒരു കുട്ടിയുടെ ബുദ്ധി ആനക്കൊക്കെ ഉള്ളൂ ആണല്ലേ. ചില ആളുകൾ പറയുകയെ അതായത് ആനകൾക്ക് ഭയങ്കര ബുദ്ധി, അതുകൊണ്ട് ചെറുപ്പത്തിൽ അവരെന്തെങ്കിലും അവരടിച്ചാലും വർഷങ്ങൾക്ക് ശേഷം അവർ ചിലപ്പോൾ അത് ഉള്ളിൽ വെച്ച് കൊണ്ട് നടന്ന് അയാളെ തന്നെ ഫോക്കസ് ചെയ്ത് പ്രതികാരം ചെയ്യുമെന്നൊക്കെ. നമ്മൾ പറയുന്ന കേട്ടിട്ടുള്ള പല കഥകളും ഇങ്ങനത്തെ ചില കഥകളൊക്കെ വെറുതെ ഉണ്ടാക്കുന്ന കഥകളാണ്. അത് ഈ മൃഗങ്ങളൊക്കെ ബേസിക്കലി IQ വളരെ കുറഞ്ഞുള്ള ജീവികളാണ്. അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ട്, മനുഷ്യരെ വളരെ സ്നേഹിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന അത്ര വലിയ അതിബുദ്ധിമാന്മാരല്ല. ഈ പാമ്പുകളുടെ കാര്യവും അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാമ്പ് നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് വർഷങ്ങളോളം ഓർമ്മയിൽ ഇങ്ങനെ വെച്ച് നടക്കും. ഇല്ല, ഇവ പറഞ്ഞല്ലോ, അതായത് കളർ ബ്ലൈൻഡ് ആണെന്ന് പട്ടികൾ. അതുപോലെ തന്നെ പൂച്ചകൾ സ്വീറ്റ് ബ്ലൈൻഡ് ആണോ? അതായത് അവർക്ക് സ്വീറ്റ് ടേസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ലേ? ബേസിക്കലി ഇവർക്ക് ടേസ്റ്റ് ബഡ്സ് കുറവാന്ന് പറയും പൂച്ചകൾക്കും നായ്ക്കൾക്കും. അവർ സ്മെല്ലാണ് കൂടുതൽ അവരുടെ. നമ്മൾ ശരിക്കും പക്ഷെ നായ്ക്കൾ ടേസ്റ്റിൽ ഇപ്പോൾ ചില നായ്ക്കളൊക്കെ ഇപ്പോൾ എൻ്റെ നായ്ക്കളൊക്കെ ലഡു ഒക്കെ ഞാൻ എടുക്കുമ്പോഴത്തേ നായുടെ വായിന്ന് വെള്ളം തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. സത്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര പലപ്പോഴും അവർ ആ സ്മെല്ലായിരിക്കും ചിലപ്പോൾ അവർ കൂടുതൽ കഴിക്കണം. പക്ഷേ ആ ടേസ്റ്റ് അവർ കൂടുതൽ അവർ കാരണം കണ്ടിട്ടില്ല, അവർ പെട്ടെന്ന് വിഴുങ്ങുക. ഇപ്പം നമ്മൾ വേണമെങ്കിൽ കടിച്ച് വെച്ച് അവരങ്ങനെ ആസ്വദിക്കണതൊന്നുമില്ല. കാരണം ടേസ്റ്റ് ബഡ്സ് അവർ കുറവാണ്. അവർ പെട്ടെന്ന് കഴിച്ചങ്ങ് വിഴുങ്ങുകയാണ് അവർ. ഓക്കെ, അവർ കൂടുതൽ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ടേസ്റ്റ് കൂടുതൽ ആസ്വദിച്ചൊക്കെ കഴിക്കുന്നത്. ചില ഫുഡിനോടൊക്കെ പ്രിഫറൻസ് ഉണ്ട്. അത് ബേസിക്കലി ആ ഫുഡിന്റെ കോൺസിസ്റ്റൻസി, അതേപോലെ എൻ്റെ സ്മെല്ല്, കളറ്, അതൊക്കെ ആയിരിക്കും കൂടുതൽ അവരെ അട്രാക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ പട്ടികൾ ഇപ്പം നമ്മൾ സമയം നോക്കുന്നത് നമ്മളുടെ ഘടികാര ക്ലോക്കിലും അതുപോലെ തന്നെ ഫോണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ എങ്ങനെ കേട്ടിട്ടുണ്ട്, അതായത് പട്ടികൾക്ക് മണത്ത് സമയം കണ്ടുപിടിക്കാനുള്ള, സമയം അറിയാൻ അവർ ചെയ്യുന്നതും സ്മെല്ല് ചെയ്തിട്ടാണ് അവർക്ക് സമയം ഡിറ്റക്ട് ചെയ്യുന്നത്. അതിലെന്തെങ്കിലും അവർക്ക് സമയം എന്തായാലും തിരിച്ചറിയാൻ കഴിയും 100%. അത് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു, ഇവർ നേച്ചറായിട്ട് ഇവർക്ക് ഒരു വലിയൊരു കണക്ഷൻ ഉണ്ട്. നമ്മൾ അറിയാത്തൊരു 6th സെൻസ് ഇവർക്കുണ്ട്. ഈ പ്രകൃതിയുടെ പല പ്രതിഭാസങ്ങളും അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിവുണ്ട് അവർക്ക്. അതൊരു വലിയൊരു ഫാക്ടറാണത്. അതിനെപ്പറ്റി കൂടുതൽ പഠനങ്ങൾ വേണ്ടി വരും. ആരും ഇങ്ങനെ പറഞ്ഞ കഥകളൊക്കെ ചുമ്മാ ഇങ്ങനെ കേൾക്കുന്നതല്ലാതെ പക്ഷെ പല കഴിവുകൾ ഇവർക്കുണ്ട് അവർക്ക്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പണ്ടൊക്കെ നമ്മളുടെ നാട്ടിൽ ചിലപ്പോൾ നമ്മൾ പട്ടിക്കുട്ടിയെ വളർത്തുമായിരിക്കും, പൂച്ചനെ വളർത്തുമായിരിക്കും. പിന്നീട് കാലം മാറിയനുസരിച്ച് നമ്മളെ പെറ്റ്സിൻ്റെ നമ്പർ ഓഫ് പെറ്റ്സ് നമുക്കിപ്പോൾ കൂടി. ഗിന്നി പിഗായി, പിന്നെ കുറേ ഡൈവേഴ്സ് ഓഫ് പെറ്റ്സ് നമുക്കിപ്പോൾ നമ്മളെ അടുത്തുണ്ട്. ഇപ്പം നമ്മൾ പാമ്പുകളെ പോലും പെറ്റായിട്ട് പക്ഷേ ഈ പാമ്പുകൾ വളർത്തുന്ന സമയത്ത് ചില ആൾക്കാർ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് പാമ്പുകൾക്ക് തിരിച്ച് സ്നേഹിക്കാൻ, ഇപ്പോൾ പട്ടിക്കുട്ടിനെ പോലെ അല്ലെങ്കിൽ പൂച്ചനെ പോലെ തിരിച്ച് സ്നേഹിക്കാനുള്ള ഇമോഷൻ ഇല്ല പാമ്പുകൾക്കെന്ന്. അത് എത്രമാത്രം സത്യമാണ്? പാമ്പിനെ വളർത്തുന്നതിൽ ഞാൻ ധാരാളം പാമ്പുകൾ അവിടെ ക്ലിനിക്കിൽ കൊണ്ടുവരാറുണ്ട് ഇതേപോലെ ട്രീറ്റ്മെന്റിനും ഇതായിട്ട്. എനിക്ക് തോന്നുന്നില്ല ഒരു ഹ്യൂമൻ ആയിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന്. ഒരു അറ്റാച്ച്മെന്റ് അവർക്കില്ല. അത് നമ്മുടെ ഒരു ഫാൻസിക്ക് വേണ്ടി നമ്മുടെ കയ്യിലെടുക്കാം. അതേപോലെ ഹ്യൂമൻ നമ്മൾ പറഞ്ഞ ഒരു കമാൻഡ്സ് അവർ അനുസരിക്കില്ല. അവരൊരു പക്ഷെ തിരിച്ചറിയും, മാസ്റ്ററിനെ ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റിയേക്കും എന്നല്ലാതെ അവരെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ്. ഞാൻ പറഞ്ഞു, ഇത് ഓരോ ലെവൽ ഓഫ് ബ്രെയിൻ നമ്മൾ താഴെ ലെവലിലേക്ക് വരുന്തോറും IQ ലെവൽ കുറഞ്ഞ് വരും. അത് മൃഗങ്ങളുടെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും. ഇപ്പോൾ നമ്മൾ പെറ്റ്സിനെ വളർത്തുന്ന സമയത്ത് നമ്മൾ ആസ് എൻ ഓണേഴ്സ് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് അവർ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ. ഞാൻ പറയുന്നത് നമ്മൾ മനുഷ്യന്മാർക്ക് വരുന്ന പോലെ തന്നെ ഡിപ്രഷൻ ആനിമൽസിനും ഉണ്ടാവും എന്ന് ഞാനിങ്ങനെ 100% ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് ധാരാളം ഫ്രണ്ട്സും റിലേറ്റീവ്സും ഉണ്ട്. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവരാ ഒരു ഓണറും അതേപോലെ ആ വീട്ടുകാരും മാത്രമേ അവർക്ക് ഈ ലോകത്ത് പരിചയമുള്ളൂ. അവരെ സംബന്ധിച്ച് ഈ സെപ്പറേഷൻ ആങ്സൈറ്റി വലിയൊരു പ്രോബ്ലമാണ്. ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് അവിടെ ബോർഡിംഗ് ഉണ്ട്. ആ ബോർഡിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ നായ്ക്കൾ വന്ന്
ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം കാണുമ്പോൾ തന്നെ അറിയാം അവർ ഭയങ്കര ഡിപ്രഷനാവും, ആഹാരം കഴിക്കാൻ മടുപ്പ്, അവരതേപോലെ അവർക്ക് ആകെ ഒരു ടെൻഷനാവും. തിരിച്ചാ ഓണർ വരുമ്പോഴുള്ള സന്തോഷം, അതും വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അത് ശരിക്കും അവർക്ക് ശരിക്കും ഒരു മനസ്സുണ്ട്, ശരിക്കും പറഞ്ഞാൽ വലിയൊരു മനസ്സ്. അതാണ് ആ ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം അവർക്ക് ഉണ്ടത്. അത് നമ്മളെപ്പോഴും അംഗീകരിക്കണം. അവരെ സംബന്ധിച്ച് സൈക്കോളജിക്കലായിട്ടുള്ള പല സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതേപോലെ അത് നമ്മുടെ ഇവിടെ ഡെവലപ്പ് ചെയ്യാത്തൊരു ബ്രാഞ്ചാണ്. അവരെ ശരിക്കും അനിമൽ സൈക്കാട്രിസ്റ്റൊക്കെ ഉണ്ട് പുറത്തൊക്കെ, വിദേശത്തൊക്കെ. അപ്പോൾ അവരുടെ അനിമലിൻ്റെ ആ ഒരു സൈക്കോളജിയും അത് പഠിക്കുക, സൈക്കോളജിസ്റ്റുകൾ അത് കറക്റ്റ് ചെയ്യുക. അതേപോലെ ചില സം ബിഹേവിയറൽ മെഡിസിൻസ്, അത് കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് നമ്മുടെ നാട്ടിലൊന്നും അത്ര ഡെവലപ്മെൻ്റ് ആയിട്ടില്ല. ബട്ട് ദർ ആർ അങ്ങനത്തെ കുറേ അനിമൽസിനെ എനിക്ക് അറിയുകയും ചെയ്യാം. ഈവൻ മന്ദബുദ്ധികളായിട്ടുള്ള ഡോഗ്സ് ഉണ്ട്. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, ശരിക്കും മന്ദബുദ്ധികളായ മനുഷ്യരുടെ പോലെ തന്നെ മന്ദബുദ്ധികളായിട്ടുള്ള നായ്ക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ അടുത്ത് നമ്മുടെ അതാണ് ഈ ഒരു IQ ലെവൽ ഇവരുടെ ഇടയിൽ പല വേരി. ഇപ്പോൾ പോലീസ് ഡോഗ്സ് തന്നെ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ ഒരു 10 ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ 1 year അവരൊരു ടെസ്റ്റ് ചെയ്തിട്ട് IQ ലെവൽ താഴെയുള്ള നായയാണെങ്കിൽ അവരെന്നെ കള്ളി ചെയ്യും. കാരണം അവരുടെ ഇടയിൽ തന്നെ വളരെ താഴെ മന്ദബുദ്ധികളായിട്ടുള്ള നായ്ക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ മനുഷ്യരുടെ പോലെ തന്നെ ഇതൊക്കെ ഇവരുടെ എല്ലാ ജീവജാലങ്ങളും ഉണ്ട്. അതേപോലെ സ്വഭാവ വൈകൃതങ്ങളുള്ള നായ്ക്കളുണ്ട്, വളരെയധികം അക്രമാസക്തം. അതാണ് തെരുവ് നായ്ക്കളിൽ തന്നെ നമ്മുടെ ആ കമ്മ്യൂണിറ്റിക്ക് കൊള്ളാത്ത ചില മനുഷ്യരുടെ പോലെ തന്നെ ചില നായ്ക്കളുണ്ട്. അതൊക്കെ എല്ലാ ഇതിലും ഉണ്ടല്ലോ. നമ്മൾ വളർത്തുന്ന പെറ്റ് ഹാപ്പി ആണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയാം? എൻ്റെ കണ്ണ് നോക്കി അറിയാം. എൻ്റെ കണ്ണ് നോക്കിയാൽ 100% എക്സ്പ്രഷൻ, കണ്ണ് നോക്കിയാൽ കണ്ണ്, ഇവൻ്റെ ബോഡി ലാംഗ്വേജ്, ജസ്റ്റ് ലുക്ക് അറ്റ് ദ ബോഡി ലാംഗ്വേജ്, അതിൻ്റെ ടെയിൽ മൂവ്മെൻറ്റ്, അതിൻ്റെ കണ്ണ്, അതിൻ്റെ ആ ഷൈനിങ്, അതിൻ്റെ 100% നിങ്ങളത് അറിയിച്ചിരിക്കും. ഇഫ് ഐ എം ഹാപ്പി. അത് സാഡ് ആണെങ്കിൽ നിങ്ങളെ അറിയിച്ചിരിക്കും. അതൊരു ക്ലോസ് ഒബ്സർവേഷനിലെ ഓണർക്ക് ഇറ്റ്സ് വെരി സിമ്പിൾ. ആ നായ ഹാപ്പിയാണോ അല്ലേ ഒന്ന്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ ഈ ഇൻ്റലിജൻറ്റ് ലെവൽ പല പെറ്റ്സിനും പലതാണെന്ന്. ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പെറ്റ് ജേണർ അല്ലെങ്കിൽ പെറ്റ് വർഗ്ഗ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അത് ഞാനൊരു നാടൻ നായ കണ്ടിട്ടുണ്ട്, തെരുവ് നായ ഒരു അഡോപ്റ്റ് ചെയ്തിട്ടൊരു നായ. വെരി ഇൻ്റലിജൻറ്റ് അത്ര ഇൻ്റലിജൻറ്റ് ഞാൻ എൻ്റെ ഇതിൽ കണ്ടിട്ടില്ല. ഒരു ടോണി എന്ന് പറഞ്ഞിട്ട് ക്ലിനിക്കിൽ വരും. ആ ഓണർ ലീഷ് പോലും വേണ്ട, ആ ഓണറുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും അത് കറക്റ്റ് മനസ്സിലാക്കി എന്താ ചെയ്യണം. ചില നായ്ക്കൾ വളരെ അതിനൊരു ട്രെയിനിങ്ങും വേണ്ട. ചില നായ്ക്കൾ കണ്ടിട്ടുണ്ട്, അത് ഒരു ചെന്മന ഒരു ട്രെയിനിങ്ങും ഇല്ലാതെ വീടിൻ്റെ പുറത്ത് പോയിട്ട് യൂറിൻ മോഷൻ പാസ് ചെയ്യും, തിരിച്ചു വരും, മര്യാദയ്ക്ക് ബിഹേവ് ചെയ്യണം ചില നായ്ക്കൾ. അത് അതിൻ്റെ ഒരു വ്യക്തിത്വം മനുഷ്യരുടെ പോലെ തന്നെ ഇവർക്ക് ഇൻബോൺ ആയിട്ടുള്ള ചില ഇതുണ്ട്. അതിന് ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത ചില എത്ര ട്രെയിൻ ചെയ്താലും ട്രെയിനബിലിറ്റി ഇല്ലാത്ത നായ്ക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് ഈ IQ ലെവൽ വളരെ ഈ ട്രെയിനേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ഇപ്പോൾ 10 നായ ട്രെയിൻ ചെയ്യാൻ ചില നായ്ക്കളെ 2-3 നായ്ക്കൾ അവർ പറയും ഇത് ട്രെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ ഇട്ടിട്ട് പോകാൻ എത്രയോ പേരെ എനിക്കറിയാം നായ്ക്കളെ. കാരണം അവരുടെ IQ ലെവൽ വളരെ മോശമാണത്. ഓക്കെ. അത് ഈ മനുഷ്യരുടെ പോലെ തന്നെ ഇവരുടെ ഇടയിലും അങ്ങനെ ഒരു ഇതുണ്ട്. അത് അതുപോലെ ഇപ്പോൾ പല അസുഖങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലേ മന്ദബുദ്ധിയായിട്ടുള്ള ചിലപ്പോൾ നായ്ക്കളുണ്ടായിരിക്കാം. ഇപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഈ പറഞ്ഞ അനിമൽ പെറ്റ്സിന് വരുന്നത് ഞാനിപ്പോൾ വളരെ റീസെൻ്റ്ലിയാണ് വായിച്ചത്. കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് നമ്മളുടെ പെറ്റുകൾക്ക് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മൾ മറ്റേ CPR നമ്മൾ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന പോലെ തന്നെ അനിമൽസിന്. എക്സാക്ട്ലി. കാരണം ഈ അടുത്ത കാലത്താണ് ശരിക്കും പറഞ്ഞാൽ ഈ വെറ്റിനറി ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വന്നു തുടങ്ങിയത്. ഞാനൊക്കെ സർവീസിൽ കയറുമ്പോൾ വളരെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഉള്ളൂ. ഇപ്പോൾ നമുക്ക് എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട് ഉണ്ട്, ECG ഉണ്ട്, എക്കോ കാർഡിയോഗ്രാഫി ഉണ്ട്. എല്ലാ എക്യുപ്മെൻറ്റ്സും ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ പോലെ തന്നെ അനിമൽസിന് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കാർഡിയാക് പേഷ്യൻ്റ് ആയിട്ടുള്ള നായ്ക്കൾ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരുടെ പോലെ തന്നെ അങ്ങനെ ഒരു എന്താ പറയുക സ്വഭാവം കൊണ്ട്, ഇപ്പോൾ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ പുകവലിയും കൊണ്ടുണ്ടാകുന്ന അങ്ങനത്തെ കാർഡിയാക് പ്രശ്നം ഉണ്ടാവില്ല. മെയിൻ ജെനറ്റിക്സ് ആയിരിക്കും, പാരമ്പര്യമായിട്ടുണ്ടാവും. അല്ലെങ്കിൽ എക്സസ് ഫാറ്റ്, ഭയങ്കര ഒബേസിറ്റി ആയിട്ടുള്ള നായ്ക്കൾ, അങ്ങനെയൊക്കെ ഉള്ള നായ്ക്കൾക്ക് അങ്ങനെ കാണാറുണ്ട്. പക്ഷേ അതിനൊക്കെ കുറേ ലക്ഷണങ്ങൾ ആദ്യമേ കാണിക്കും. ഒരു സഡൻ ഡെത്തൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ, ഇപ്പോൾ എക്സൈസ് ഇൻടോളറൻസ്, ക്ഷീണം കാണിക്കുക, അല്ലെങ്കിൽ രാത്രികാലങ്ങളിലെ കഫ്. അപ്പോൾ അങ്ങനെ ചില സിംറ്റംസ് വെച്ച് കാണിക്കുമ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴായിരിക്കും ECGയിൽ വേരിയേഷൻ കാണിക്കുക. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്. സഡൻ ഡെത്ത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കിട്ടിയേക്കാം. പക്ഷെ അതൊക്കെ നമ്മൾ അങ്ങനെ ഒരു CPR കൊടുക്കാൻ പാകത്തിനൊരു കാർഡിയാക് പ്രശ്നമൊന്നും നായ്ക്കൾക്ക് ഇതുവരെ കണ്ടിട്ടില്ല. ചില കേസിൽ CPR കൊടുക്കേണ്ടി വരും. പക്ഷെ അത് ചില എപ്പിലെപ്സി, ചില ഫിറ്റ്സ് ഒക്കെ വന്ന ചില കേസുകൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യരുടെ പോലെ തന്നെ ഒരു ഹൃദയാഘാതം പോലെയൊന്നും നായ്ക്കൾക്ക് അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ. ഇതിപ്പോൾ ഞാനത് പറയുന്ന സമയത്ത് എത്ര പേരത് എടുക്കുമെന്ന് അറിയത്തില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. ഇപ്പോൾ നമുക്കറിയാം, ഈ നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ആനകളെ പേടിപ്പിക്കുന്ന വലിയ വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് കാട്ടാന കൂട്ടത്തെ നമ്മൾ ഓടിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ട് അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ആനകളെ ഇപ്പം നമ്മളിവിടെ ഉത്സവം പോലെ ഇത്രയും വെടിക്കെട്ടും ഈ പറഞ്ഞ ചെണ്ടമേളം ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി അതിന് ഈ പറഞ്ഞാൽ അതിൻ്റെ ഒരു കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്യില്ലേ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആനകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്ക് കൊണ്ടുവരുന്ന ആനകൾ എത്രമാത്രം ഹെൽത്തി ആണെന്നാണ് ഡോക്ടർ വിചാരിക്കുന്നത് മെൻ്റലി?
ശരിക്കും പറഞ്ഞാണല്ലോ അതാണ് പറഞ്ഞത്, ഇതൊരു ക്രൂവൽറ്റിയാണ് ശരിക്കും. ഇവിടെ പലപ്പോഴും ഞാൻ ഹ്യൂമനൈസേഷൻ ഓഫ് ഡോഗ്സ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ എലിഫൻസിന് പ്രശ്നം. അടിസ്ഥാനപരമായിട്ട് മനുഷ്യരൊക്കെ സ്വാർത്ഥന്മാരാണ്. ഇതൊക്കെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അവരുടെ മനസ്സ് ആരും പഠിക്കുന്നില്ല. ഇപ്പോൾ എലിഫൻ്റ് ആയിക്കോട്ടെ, ഡോഗ് ആയിക്കോട്ടെ, ഇവരെന്താണ് മനുഷ്യനെ കുറിച്ച് വിചാരിക്കുന്നത് അതൊന്നും അവർ അറിയുന്നുമില്ല. അവരുടെ വേദനകൾ എന്താണ്. ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന മൃഗങ്ങൾ എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലെ എലിഫൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ. കാരണം അവരെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കാഴ്ചപ്പാടൊക്കെ മാറും. കാരണം പുതിയ ജനറേഷനൊക്കെ ഇതേപോലെ തന്നെ അടുത്തൊരു 10-15-20 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു കൺസെപ്റ്റേ മാറും. വേറെ തലത്തിലേക്ക് വരും ഈ മനുഷ്യ ജനത തന്നെ മാറുന്ന എനിക്ക് തോന്നണേ. കാരണം ആ ഒരു മൃഗങ്ങളോടുള്ള ഒരു ക്യാപ്റ്റിവിറ്റിയിൽ ഒരു മൃഗങ്ങളെ വയ്ക്കുന്നതിനെ കുറിച്ചൊക്കെ പല ചർച്ചകളും വരുന്നുണ്ട്. ഇനി തിരിച്ച് ബാക്ക് ടു വൈൽഡ് ലൈഫിലേക്കൊക്കെ പോകേണ്ട വന്നേക്കും. ഇതിപ്പോൾ പക്ഷെ അവിടെ ഞാനൊരു ഇത് പറഞ്ഞല്ലേ, ഇപ്പോൾ ഈ തെരുവ് നായ്ക്കളൊക്കെ നമ്മൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന തെരുവ് നായ്ക്കൾ, അതേപോലെ ഈ റേബിഡ് ഏരിയയിലെ ദയാവധം പോലെ തന്നെ ഇപ്പോൾ ഒരു ഹ്യൂമൻ എലിഫൻറ്റ് കോൺഫ്ലിക്ട്സ് പല സ്ഥലത്തും കൂടി വരികയാണ്. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വേദന പോലെ തോന്നും. പണ്ട് കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല, ഈ ആദ്യകാലത്ത് നമ്മൾ പണ്ട് കേട്ടാണ് രാജാക്കന്മാർ മൃഗയാ വിനോദം എന്ന് പറഞ്ഞിട്ട് അവർ കാട്ടിൽ പോയിട്ട് കുറേ മൃഗങ്ങളെ കൺട്രോൾഡ്, അതാണ് ശരിക്കും അവരെ ദയാവധം പോലെ അവർ കുറേ മൃഗങ്ങളെ മാറ്റിക്കളയും. കാരണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒരു ബാലൻസ് സ്റ്റേറ്റ് പോകുള്ളൂ. അപ്പോൾ അനിമൽസ് കൂടുതൽ അനിമലിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, അവർ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നില്ല, മൃഗങ്ങളെ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അനിമൽ കൺട്രോൾ, ഈവൻ ഈ ഗാർഗിൾ റിപ്പോർട്ട് പോലും പറഞ്ഞിട്ടുണ്ട് കൺട്രോൾഡ് ഹണ്ടിങ് വേണം കേരളത്തിൽ, എന്നാൽ മാത്രമേ ഈ പോപ്പുലേഷൻ നമുക്ക് ഈ എസ്പെഷ്യലി വൈൽഡ് ബോർ അതുപോലെ പല കാര്യങ്ങളും എക്സസ് ആയിട്ട് വരുന്ന കാരണം നമ്മൾ കൺട്രോൾ ഇൻ്റർനാഷണലി എല്ലാ കൺട്രിയുടെയും നയം അതാണ്. ഈവൻ കോലാസ്, കങ്കാരൂസ്, എക്സസ് ആകുമ്പോഴത്തേക്ക് എലിഫൻസ്, ആഫ്രിക്കൻ എലിഫൻസ്, ഇതൊക്കെ അവർ ആ പോപ്പുലേഷൻ കൺട്രോളിൻ്റെ ഒരു മെത്തേഡ് തന്നെ ആ ജയംപ്ലാസത്തെ കുറച്ച് മാറ്റിക്കളയാന്നുള്ളതാണ്. ആ സെയിം പ്രിൻസിപ്പിൾ ഈസ് ആപ്ലിക്കബിൾ ടു സ്ട്രേ ഡോഗ്സ് ഓൾസോ. അല്ലെങ്കിൽ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള നമ്മൾ ഈ മനുഷ്യന് ദൈവം എന്തിനാണ് ബുദ്ധി തന്നിട്ടുള്ളത്? നമ്മൾ ശരിക്കും മറ്റേ മൃഗങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അവരെ കൂടുതൽ സഫറിങ്ങോ ശിക്ഷിക്കാൻ വേണ്ടിയല്ല, പക്ഷെ നമ്മുടെ ഹ്യൂമൻ മാൻകൈൻഡിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അതാണ് ഒരു വൈസായിട്ടുള്ള ഡിസിഷൻ അതാണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ ABC സെൻറ്റേഴ്സ് വേണം, ഈ കുറച്ച് പോപ്പുലേഷൻ നമുക്ക് ഇവിടെ നിന്ന് മാറ്റിക്കളയേണ്ടി വരും, ബാക്കിയുള്ള മറ്റുള്ള മൃഗങ്ങളുടെയും മനുഷ്യൻ്റെയും നന്മയ്ക്ക് വേണ്ടി. കാരണം ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ ഞാൻ ഉൾപ്പെടുന്ന വെറ്ററിനറി സമൂഹം വളരെ ശക്തമായിട്ട് തന്നെ റെക്കമെൻഡേഷൻസ് ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മളുടെ മനുഷ്യന്മാരുടെ ഭാഷ എത്രമാത്രം ഈ പെറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം നമ്മളുടെ പ്രത്യേകിച്ച് ഈ അമ്മച്ചിമാരൊക്കെ, നമ്മളുടെ വീട്ടിലെ അമ്മച്ചിമാരൊക്കെ എല്ലാ ഇമോഷൻ, സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും, എൻ്റെ അമ്മയൊക്കെ പ്രത്യേകിച്ച് ഈ പട്ടിക്കുട്ടികളോട് പോയിട്ട് സംസാരിക്കുന്നത് കേൾക്കാം. അതായത് A to Z കാര്യങ്ങൾ, സന്തോഷം വരുമ്പോൾ ദുഃഖം വരുമ്പോഴൊക്കെ നമ്മളെ ഈ മനുഷ്യന്മാരുടെ ലാംഗ്വേജ് അവർക്ക് എത്രമാത്രം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവർ നമ്മൾ പറയുമ്പോഴൊക്കെ അനുസരിക്കുന്നത് നമ്മളുടെ ഒരു പെർട്ടിക്കുലർ വേർഡ്സ് മാത്രം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻസ് മാത്രം വെച്ചിട്ടാണോ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റാറുണ്ടോ? നമ്മളെ ഒരു പരിധിവരെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് പല കാര്യങ്ങളൊക്കെ. ഞാൻ എൻ്റെ അടുത്ത് പല ക്ലയൻസും പറയും, ഞങ്ങളൊരു ടൂർ പോവാണ്, പെട്ടിയൊക്കെ ഒരുക്കി വെക്കുമ്പോൾ തന്നെ നായ്ക്കൾ പുള്ളി അസ്വസ്ഥതയായി തുടങ്ങും. പെട്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വലിയൊരു ഫാക്ടറാണ്. നായ്ക്കൾക്ക് പല സംസാരങ്ങളും നമ്മൾ പറയണ ഈവൻ ഭാഷ, നമ്മുടെ മലയാളം ചില ക്ലിനിക്കിൽ വരുന്ന ചില ആൾക്കാരുണ്ട് വേറെ ഏതൊക്കെ ഭാഷയിൽ അവർ സംസാരിക്കും, ചില കൊങ്ങിണികൾ അവരുടെ ഭാഷയിൽ, ആ നായ്ക്ക് അതേ മനസ്സിലാവുള്ളൂ. വളരെ പെട്ടെന്ന് കൊങ്ങിണി ഭാഷ അവർ മനസ്സിലാക്കും. അപ്പം നമ്മൾ കുറേ കഴിയുമ്പോൾ ഈ നായ ആ ഭാഷ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ എലിഫൻസിന് ചില കമാൻഡ്സ് കാണില്ല, ഹിന്ദി നാട്ടിൽ നിന്ന് വന്ന ആനയ്ക്ക് പെട്ടെന്ന് ചില സിനിമയിലേ കണ്ടിട്ടില്ല, ഹിന്ദി കമാൻഡ്സ് കൊടുത്താലേ അതിന് മനസ്സിലാവുള്ളൂ. അപ്പം നമ്മളെ ട്രെയിൻ ചെയ്യണ പോലെ തന്നെ ഇരിക്കും ഓരോ അനിമൽസിനോട് ആ ഭാഷ മനസ്സിലാക്കുന്നതിൻ്റെ ഇത്. ഈ പെറ്റ് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും നമ്മളുടെ ആൾക്കാർക്കിടയിലുള്ളൊരു മിത്ത് ഉണ്ടാവും, അതൊരു പൊട്ട മിത്തായിരിക്കും, അത് പൊട്ടത്തരമായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഡോക്ടർക്ക് ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന എന്തെങ്കിലും ഉണ്ടോ? അതായത് അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് പറയാൻ തോന്നുന്ന എന്തെങ്കിലും? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് ഞാൻ സ്ഥിരം കേൾക്കുന്ന ഒരു ഭാഗം എന്ന് വെച്ചാൽ നായ ഓലിയിട്ട് കഴിഞ്ഞാൽ ഇതേപോലെ ചില സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു നിങ്ങൾ ചോദിച്ച വലിയൊരു ഫാക്ടറാണ് കേട്ടോ. കാരണം അവിടെ കുറേ ക്ലയൻസ് വന്നിട്ട് പറയാണ്, സാറേ എൻ്റെ നായ രാത്രി ഭയങ്കരമായിട്ട് ഓളിയിടുകയാണ്, അടുത്ത വീട്ടുകാരൊക്കെ ഭയങ്കര കംപ്ലൈൻ്റ് ആണ്, അവർക്ക് പേടിയാവുകയാണ്, ഇങ്ങനെ എന്തോ മരണം വരാൻ പോണു, ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ഇത് അങ്ങനെ വല്ലതും ഉണ്ടോ സാറേ, അങ്ങനെ മരണം വരാൻ പോകണം എൻ്റെ ഇതാണോ? പണ്ട് കാലത്ത് അങ്ങനെ ഇതുണ്ട്, നായ ഇങ്ങനെ ഓളിയിട്ട് കഴിഞ്ഞാൽ മരണം വരാൻ പോകുന്നു എന്ന്. പക്ഷേ യഥാർത്ഥത്തിലായിട്ട് ഈ സാധു മൃഗങ്ങളുടെ അതായിട്ട് ഒരു ബന്ധവുമില്ല. ഞാനൊരു നായ വന്ന്, ആ നായയുടെ ഏറ്റവും വലിയ പ്രശ്നം അസിഡിറ്റി ആയിരുന്നു. രാത്രി ആകുമ്പോൾ ഭയങ്കര എക്സസ് അസിഡിറ്റി, അവർ കുറേ അധികം പാല് കൊടുക്കും, ആ വയറുവേദന കാരണം ആ നായ ഓലിയിട്ടുണ്ടിരുന്നു ഒരു നായ. അത് ഞാൻ കറക്റ്റ് ചെയ്തു. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ, ഇവരുടെ നൈറ്റിൽ വേറൊരു നായ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഈ പുള്ളിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇവരുടെ ബേസിക് കമ്മ്യൂണിക്കേഷനാണ്. അതൊരു വലിയ തെറ്റിദ്ധാരണ, ആ നായ ഓലിയിടുന്ന മരണം വരാൻ പോകുന്നത്, അതായിട്ട് ഒരു ബന്ധമില്ല.
പിന്നെ ചില സ്വഭാവങ്ങൾ, ചില വൈസസ് ഉണ്ട്. ചില നായ്ക്കൾ ചില സ്വഭാവങ്ങൾ പഠിച്ചു വെച്ചാൽ ഇവന്മാർ ആ സമയത്ത് ഇമിറ്റേറ്റ് ചെയ്ത് നോക്കും. ചില നായ്ക്കൾ ബാങ്കുകൾ കേൾക്കുമ്പോഴത്തേക്കും അതിനെ കൂടെ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുക, അങ്ങനെ ചില സൗണ്ടിന് അതിങ്ങനെ കൂടുതൽ പ്രതികരിക്കണ പോലെ ചില കുസൃതികൾ. വേറെ വലിയ ഇതൊന്നുമില്ല. ഈ ഡോക്ടർ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്മെല്ലിൻ്റെ കാര്യം, ഇപ്പം നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിന് ചിലപ്പോൾ സ്മെല്ലുണ്ടെന്ന് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ നമ്മൾ അതിനോട് കൂടിയിട്ട് യൂസ്ഡായി ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ സ്മെല്ല് ഉണ്ട് എന്ന് മനസ്സിലാക്കി ഡെയിലി നമ്മളെ പെറ്റ്സിനെ കുളിപ്പിക്കുന്ന പ്രകൃതക്കാരായിരിക്കും. ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മളെന്താ പറയുക, ഈ ഞാൻ പറഞ്ഞില്ല, ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ സ്വെറ്റ് ഗ്ലാൻസ് വളരെ കുറവാണ്. പക്ഷെ അവർക്ക് സെബേഷ്യസ് ഗ്ലാൻസ് ഉണ്ട്. ഇവരുടെ ഒരു ഓയിലി സെക്രേഷൻ ഇവരുടെ ബോഡിയിലുണ്ട്. അതൊരു പ്രൊട്ടക്ഷനാണ്, ഒരു നാച്ചുറൽ പ്രൊട്ടക്ഷനാണ്. ഒരു ഓയിലി സെക്രേഷൻ ബോഡിയിൽ മൊത്തം കാണും. അത് നമ്മളായിട്ട് അന്ന് ശരിക്കും ഒരു സോപ്പോ ഷാമ്പോ ഒക്കെ ഇട്ട് ഡെയിലി വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്കിന്ന് ഡ്രൈ ആവും. ദേ വിൽ ബി ഹൈലി പ്രോൺ ഫോർ സ്കിൻ ഡിസീസ്. അപ്പോൾ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിനി സീസണിൽ 1 in 2 weeks, അതുപോലെ സമ്മർ സീസണിൽ വീക്ക്ലി വൺസ്, മഴക്കാലങ്ങളിൽ ആഴ്ച 2 ആഴ്ച കൂടുമ്പോഴും, വേനൽക്കാലങ്ങളിൽ ആഴ്ച ഒരിക്കൽ മാത്രം നായെ കുളിപ്പിക്കുക. അത് നമ്മളെ ഹ്യൂമൻ ഷാമ്പൂസ് ഒന്നും കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. അനിമലിൻ്റെ ഹ്യൂമൻ ഷാമ്പൂസിൻ്റെ pH അനിമൽ സ്കിന്നിൻ്റെ pH രണ്ടാണ്. അപ്പോൾ അനിമൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഷാമ്പൂ ഇട്ട് കുളിപ്പിക്കുക. ദാറ്റ് ടു ഈ ഷാമ്പൂ തന്നെ ഇപ്പോൾ കുറേ ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിൻ ഡിസീസ് ഉണ്ടോ, ഫംഗസ് ആണോ, ബാക്ടീരിയ ആണോ, ടിക്സ് ഉണ്ടോ, ഫ്ലീസ് ഉണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് ഒരു വെറ്ററിനറി ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷനായിട്ട് എഴുതി മേടിക്കാം. ഏത് ഷാമ്പൂ ആണ് എൻ്റെ നായ്ക്കൾക്ക് വേണ്ടത്. ഡെയിലി ബ്രഷിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അപ്പോൾ ആ ലൂസ് ഹെയർസ് പോവും, ടിക്സ് ഫ്ലീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഡെയിലി ബ്രഷ് ചെയ്യുക, ആഴ്ച ഒരിക്കൽ കുളിപ്പിക്കുക. അതൊക്കെ ഒരു സ്കിൻ ഹൈജീന് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നത്, നമ്മൾ ഈ 2 വീലറിനൊക്കെ പോകുന്ന സമയത്തെ, അല്ലെങ്കിൽ നമ്മൾ കാറിന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ രാത്രി കാലങ്ങളിൽ പട്ടികൾ നമ്മളെ പുറകെ വന്ന് ഫോളോ ചെയ്യും, അതായത് ഓടിക്കും. അതായത് അപ്പോൾ നമ്മൾ 2 വീലറിനൊക്കെ ആണെങ്കിൽ നമുക്ക് പേടിയാണ്. ഇതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താ? അതായത് എന്തിനാണ് പട്ടികൾ നമ്മളെ ഫോളോ ചെയ്യും? നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ പട്ടികൾ അവിടെ നിൽക്കുകയും ചെയ്യും. എൻ്റെ റീസൺ എന്താ പറയുക, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇപ്പോൾ ഒരു നായ നിങ്ങളെ കടിക്കാൻ വരികയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നായ ഒന്നും ചെയ്യില്ല. പക്ഷെ ഓടിക്കഴിഞ്ഞാൽ നായ പിറകെ വന്ന് കടിക്കും. അതിൻ്റെ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ട അഡ്വൈസ് അതായിരിക്കും, നിങ്ങളൊരു നായ വന്നു കഴിഞ്ഞാൽ യു സ്റ്റാൻഡ് സ്റ്റിൽ. കാരണം വെച്ചാൽ മൂവിങ് ഓബ്ജക്റ്റിനെ ചേസ് ചെയ്യാനും, ഒരു നായ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് ചേസ് ചെയ്യാനും പിടിക്കാനും ആ വൈൽഡ് ഇൻസ്റ്റിങ്ക്റ്റ് പുറത്ത് വരും. ഇത് ബേസിക്കലി ഒരു നായ്ക്കളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് അങ്ങോട്ട് ഒരു 15,000 years ഒക്കെ ആയിട്ടുള്ളൂ. അത് കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ജീവിയായിരുന്നു. അത് ഹ്യൂമൻ ആയിട്ടുള്ള അസോസിയേഷനൊക്കെ വന്നു തുടങ്ങി ക്രമേണ നമ്മളൊരു പ്രൊട്ടക്ഷൻ ലെവലിലേക്ക് വന്നു. പക്ഷേ സ്റ്റിൽ അവർക്ക് നിങ്ങൾ ഏത് പ്ലാനറ്റിൽ എത്ര വലിയതായാലും നിങ്ങൾക്ക് ആ വൈൽഡ് ഇൻസ്റ്റിങ്ക്റ്റ് അവരുടെ മനസ്സിലുണ്ട്. അത് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കുറച്ച് കൊണ്ടുവന്നു പറഞ്ഞാലും ഈ മൂവിങ് ഓബ്ജക്ട്സ് കാണുമ്പോൾ ഇവർക്ക് പഴയ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഓർമ്മ വരും. ഹണ്ടിങ് ഇൻസ്റ്റിങ്ക്റ്റ്, ഹണ്ട് ചെയ്യുക, ആ പ്രയെ പിടിക്കുക എന്നുള്ള ആ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഇതിൻ്റെ പിറകിലുള്ള ഒരു വികാരം. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരോട് പറയണല്ലോ, വർഷത്തിലൊരിക്കലും നമ്മൾ എന്തായാലും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിരിക്കണം എന്നുള്ളതും നമുക്ക് ഞങ്ങൾ അടുത്ത കാലത്ത് ഇപ്പോൾ അഡ്വൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്ക് എല്ലാ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും അവൈലബിൾ ആണ്. എവറി 6 months നിങ്ങൾ എസ്പെഷ്യലി 8 years കഴിഞ്ഞാൽ ഞങ്ങളതിന് സീനിയർ ഡോഗ്സ് എന്ന് പറയും. സീനിയർ 8+ ആയി കഴിഞ്ഞാൽ എവറി 6 months ചെയ്യുന്ന ആൾക്കാർ ക്ലയൻസും ഉണ്ട് കേട്ടോ, കറക്റ്റായിട്ട് ചെയ്യുന്ന ക്ലയൻസ് ഉണ്ട്. കാരണം ഈവൻ ഡയബറ്റീസ് ഇപ്പോൾ കുറേ ചെറിയ ബ്രീഡ്സ് കുറേ ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ട്. ഇതേപോലെ കാർഡിയാക് ഇഷ്യൂ ഉള്ള നായ്ക്കൾ, അതേപോലെ എന്താ നമുക്ക് അണ്ടർലൈൻ കോസ് നമ്മൾ തുടക്കത്തിലേ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ കുറേ കേസുകൾ നമ്മൾ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ വാല്യുബിൾ ടൈം ഡോക്ടർ. നമുക്ക് ഈ ചെറിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്താൻ പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.